പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 12 തരത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു വാക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ വാക്കുകളുടെയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ഉദാഹരണങ്ങൾ സഹിതം നമ്മളിന്ന് പഠിക്കുകയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വാക്കിൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് അത്യന്തം ഗുണകരമായിരിക്കും. പറയൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പറയൂ, പറഞ്ഞോളൂ, പറയൂ, പറഞ്ഞോളൂ, പറയാം, പറഞ്ഞു, പറയുക. പല രൂപത്തിലും പല ഭാവത്തിലും നമുക്കത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ബോലിയേ, ബോലിയേ, പറഞ്ഞോളൂ, ദയവായി പറയൂ എന്നാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. ബോലിയേ, ബോലിയേ, ബോലിയനാ, ദയവായി ഒന്ന് പറയൂന്നേ. ബോലിയനാ, ദയവായി ഒന്ന് പറയൂന്നേ. ബോലിയേ. ചിലപ്പോൾ കഹിയേ എന്ന് നമുക്ക് കേൾക്കാം. കഹിയേ, അത് തന്നെ അർത്ഥം. ദയവായി പറയൂ. കഹിയേ, ബോലിയേ. ബോൽ, ബോൽ, പറ. നമ്മൾ പറയും മലയാളത്തിൽ പറ. പറ, പറ എന്ന് പറഞ്ഞാൽ അളക്കുന്ന പറയല്ല, അത് വേറെ. പറ, ബോൽ, പറ, ബോൽ, പറ. ബോലോ, പറയൂ. ബോലോ, പറയൂ. ബോല, ബോല, പറഞ്ഞു. ബോലാനാ, പറഞ്ഞില്ലേ. ബോലാനാ, പറഞ്ഞു എന്നോ. പറഞ്ഞു എന്നേ, പറഞ്ഞില്ലേ എന്തൊക്കെ പറയുന്നത്. ബോലനാ, ബോലാനാ, പറഞ്ഞല്ലോ. പറഞ്ഞു നീ, പറഞ്ഞൂലോ. എന്താണ് ബോലാന. എന്നാൽ ബോല എന്ന് പറഞ്ഞാലോ പറഞ്ഞു എന്ന് മാത്രം എടുത്തുള്ളൂ. അത് പുല്ലിംഗമാണ്. എന്നാൽ സ്ത്രീലിംഗമാണെങ്കിൽ എങ്ങനെ പറയും? ബോലി, പറഞ്ഞു. ബോലി, പറഞ്ഞു. ഏ ബോൽ, യഹ് ബോൽ എന്ന് എഴുതും. പറയുമ്പോൾ ഏ ബോൽ എന്ന് പറയും. ഇത് പറ. നമുക്ക് പലപ്പോഴും അങ്ങനെ സംസാരിക്കണം. സംസാരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ലേ. ഇത് പറ. ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ ടി വിയിലെ ചാനലുണ്ടല്ലോ, അന്തിച്ചർച്ചയ്ക്ക് പറയണ പോലെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മളെന്ത് പറയും? ഇത് പറ. ഏ ബോൽ, ഏ ബോൽ. ഈ ചോദിച്ചതിന് സമാനം പറ എന്നുള്ള അർത്ഥത്തിൽ. ഏ ബോൽ, ഇത് പറ. എന്നിട്ടല്ലേ അത്. എന്നാൽ ഏ ബോല എന്ന് പറഞ്ഞാലോ, ഏ ബോല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോല, അവൻ പറഞ്ഞു. ഏ ബോല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോലി എന്ന് പറഞ്ഞാലോ അവൾ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോല, അവൻ പറഞ്ഞു. ഏ ബോലി, അവൾ പറഞ്ഞു. ഏ ബോല, ഇവൻ പറഞ്ഞു. ഏ ബോലി, ഇവൾ പറഞ്ഞു. യഹ് ബോല എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു. യഹ് ബോലി എന്ന് പറഞ്ഞാൽ ഇവൾ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ നൈ ബോല, ഏ നൈ ബോല, യഹ് നഹി ബോല എന്ന് പറഞ്ഞാൽ എന്താ? ഇവനല്ല പറഞ്ഞത്, ഇവനല്ല പറഞ്ഞത്. യഹ് നഹി ബോലി, ഏ നൈ ബോലി, ഏ നൈ ബോലി, ഇവളല്ല പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഇതല്ല എന്നും അർത്ഥമുണ്ട്, ഇവനല്ല എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഞാൻ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു, അത് കൊണ്ടുവന്നപ്പോൾ അയാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. അപ്പം ഞാൻ പറഞ്ഞു ഏ നൈ ബോല, ഏ ലാനേക്ക് നൈ ബോല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോലി, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോലി, ഇതല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? ഫിർ ക്യാ ഹേ, പിന്നെന്താണ്? ഔർ ക്യാ ഹേ, പിന്നെന്താണ്? ഇനി എന്താണ്? ഐസാ നഹി ബോൽ, ഐസാ നൈ ബോൽ. ഈ നഹി എന്നൊന്നും അല്ല പറയുക. പറയുമ്പോൾ നൈ നൈ എന്നൊക്കെ പറയുക. ഐസാ നൈ ബോൽ, അങ്ങനെ പറയല്ലേ. ഐസാ നൈ ബോൽ, അങ്ങനെ പറയരുത്. ഐസാ മത്ത് ബോൽ, അങ്ങനെ പറയരുത്. അങ്ങനെ മത്തൊന്നും പറയില്ല. ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ. തായുടെ അവസാനത്തെ മൂല ചെത്തിക്കളഞ്ഞ് ബായുടെ ആദ്യത്തെ മൂല ചെത്തിക്കളഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പറയാം ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ. അങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ, അങ്ങനെ പറയരുത്. ഇങ്ങനെ പറയരുതെന്ന് പറയാൻ വേറൊരു വാക്കില്ല. ഐസാ മത് ബോൽ, ഇങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ, ഇങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ, അങ്ങനെ പറയരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കും. ഇപ്പം തന്നെ നിങ്ങൾ മറന്നു പോകും, കുറച്ച് കഴിഞ്ഞ് മറക്കും. ഇപ്പം തന്നെ ആ ചുമന്ന ബട്ടണിൽ നിന്ന് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ നിന്ന് അമർത്ത്, ഐക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഐസാ ബാത് കർ അങ്ങനെ പറയൂ, ഐസാ ബോൽ അങ്ങനെ പറയൂ, ഐസാ ബോൽ അങ്ങനെ പറയൂ, ഐസാ ബാത് കർ അങ്ങനെ സംസാരിക്കേ. ഐസാ ബോൽ ദിയാത്തോ, ഐസാ ബോൽ ദിയാത്തോ അങ്ങനെ പറഞ്ഞെന്നാൽ, ഐസാ ബോൽ ദിയാത്തോ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെന്നാൽ, ഐസാ ബോൽ ദിയാത്തോ. ഐസാ ബാത് കരേഗാത്തോ അങ്ങനെ സംസാരിച്ചാലോ, ഐസാ ബാത് കരേഗാത്തോ, ഐസാ ബാത് കരേഗാത്തോ, ഐസാ ബാത്ത് കരേഗാത്തോ, ഐസാ ബാത് കരേഗാത്തോ, ഐസാ ബാത് കരേഗാത്തോ അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ കാര്യം പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞാലോ. ഐസാ ജൂട്ട് പോലാത്തോ അങ്ങനെ നുണ പറഞ്ഞാൽ, ഐസാ ജൂട്ട് പോലാത്തോ ഇങ്ങനെ നുണ പറഞ്ഞാൽ, ജൂട്ട് നുണ, ജൂട്ട് നുണ. എന്നാൽ ജൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗാർബേജ് ആണ് കേട്ടോ, വേസ്റ്റ്, ഗാർബേജ്, നാശക്കൂമ്പാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, അതിന് കുറേ അവശിഷ്ടങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എച്ചിലെന്നൊക്കെ അർത്ഥം വരും. ജൂട്ടൻ എന്താണ്, ജൂട്ടൻ. ജൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശകൂമ്പാരം, ഗാർബേജ്, എച്ചിൽ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതേ സമയത്ത് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ്, നുണ. ഐസ ബാത് നൈ കരയാത്തോ, ഐസ ബാത് നൈ കരയാത്തോ അത് രണ്ടർത്ഥത്തിൽ വന്നില്ലേ, രണ്ട് ടോണിൽ വന്നില്ലേ. ഐസ ബാത് കരയാത്തോ, ഐസ ബാത് നൈ 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 കരയാത്തോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ, അങ്ങനെ സംസാരിച്ചില്ലെങ്കിലോ, ഐസ ബാത് നൈ കരയാത്തോ, ഐസ ബാത് നൈ കരയാത്തോ അങ്ങനെ കാര്യം പറഞ്ഞില്ലെങ്കിലോ, അങ്ങനെ സംസാരിച്ചില്ലെങ്കിലോ, ഐസി ഗന്ദി ബാത് കരയാത്തോ, ഐസി ഗന്ദി ബാത് കരയാത്തോ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞാലോ, ഐസി ബൂരി ബാത് കരയാത്തോ, ഐസി ബൂരി ബാത് കരയാത്തോ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞാലോ, ഐസി ഗന്ദി ബാത് കരയാത്തോ ഇങ്ങനെ നാറ്റം പിടിച്ച കേസാണ്. ഗന്തി എന്ന് പറഞ്ഞാൽ ഒരു നാറ്റം പിടിച്ചതാണ്, നാറ്റം എന്നാണ് അതിനർത്ഥം, ഗന്തി. ഐസി ഗന്തി ബാത് കരയാത്തോ ഇങ്ങനെ ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞാലോ, ഐസി ബൂരി ബാത് കരയാത്തോ ഇത്രയും മോശമായ ഒരു കാര്യം മോശമായി സംസാരിച്ചാലോ. മുംബൈയിൽ വളർന്ന ആളാണ്. 28 വയസ്സ് വരെ മുംബൈയിലും പൂനെയിലും ഒക്കെ ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ എന്താണ് നേരിടുന്ന പ്രയാസം എന്താണെന്ന് എനിക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് വാട്സാപ്പ് ക്ലാസ്സിൽ ചേരാനാണെങ്കിൽ, നിങ്ങൾ വാട്സാപ്പ് ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ചു തരാം. അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. ഖർ എന്ന് പറയുമ്പോൾ ചിലർ ഖർ എന്ന് പറയുന്ന ശബ്ദത്തിന് അവരുദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുക. ഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിന് ഒരുപാട് നമുക്ക് ഉപയോഗങ്ങൾ, ഖർ എന്ന വാക്കിൻ്റെ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളാണ് നമ്മളിന്ന് ഈ വാക്കിനോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഖറിനോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റനവധി വാക്കുകളും നമ്മൾ ഈ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം, നമ്മൾ പഠിച്ചു. ചിലർ ഘർ എന്നതിന് പകരം ഖർ എന്നൊക്കെ പറയാറുണ്ട്, തെറ്റാണ്. ഘർ എന്നുള്ളതിന് മേഘത്തിൻ്റെ ഘായാണ് ഉപയോഗിക്കുന്നത്, അത് ഘർ. ഇത് കായാണ്. സാധാരണ കാമുകൻ്റെയും കള്ളൻ്റെയും കഞ്ചാവിൻ്റെയും ഖർ ചെയ്യുക. വഹ് കർ എന്ന് നമ്മൾ എഴുതൂല്ലേ, വഹ് കർ എന്ന് നമ്മൾ എഴുതും. പക്ഷെ പറയുമ്പോൾ ഓ കർ എന്ന് പറയാം. എന്താണ്? ഓക്കർ. അങ്ങനെ പറഞ്ഞാൽ മതി. വഹ് കർ എന്നാണ് നമ്മൾ എഴുതുമെങ്കിലും വായിക്കേണ്ടതും അങ്ങനെ ആണെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. ഓക്കർ അത് ചെയ്യുക, ഓക്കർ അത് ചെയ്യുക. എന്നാൽ യഹ് കർ എന്ന് എഴുതിയാൽ വായിക്കുമ്പോൾ ഏക്കർ എന്നാണ് എഴുതുക. യഹ് കർ എന്ന് എഴുതും, ഏക്കർ എന്ന് വായിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ചെയ്യുക എന്നാണ്. ഏ നീട്ടി പറഞ്ഞാലോ വലിയ ഏയായി. ഏ എന്ന് പറഞ്ഞാൽ ഇവ നീട്ടി പറയല്ല, ഏക്കർ. ചെറിയ ഏയാണ് ഏക്കർ. ഇത് ചെയ്യുക. ഏ നൈക്കർ, ഏ നഹി കർ എന്ന് എഴുതും. പറയുമ്പോൾ ഏ നൈക്കർ, ഏ നൈക്കർ, ഏ നൈക്കർ ഇത് ചെയ്യരുത്, ഏ നൈക്കർ ഇത് ചെയ്യരുത്. എഴുതുമ്പോൾ യഹ് നഹി കർ എന്ന് എഴുതും. അതുപോലെ വായിക്കരുത്. ഏ നൈക്കർ,
ഏനൈക്കർ ഇങ്ങനെ ചെയ്യില്ലേ? ഓനൈക്കർ ഓനൈക്കർ അങ്ങനെ ചെയ്യില്ലേ? വഹ് നഹി കർ എന്ന് എഴുതും, പറയുമ്പോൾ ഓനൈക്കർ അങ്ങനെ ചെയ്യില്ലേ? ഓ മത്ത് കർ എന്ന് പറയും. വഹ് മത്ത് കർ എന്ന് എഴുതും, വഹ് മത്ത് കർ എന്ന് എഴുതും. നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? ഓമത് കർ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത് എന്നുള്ള. നൈക്കർ എന്ന് പറയുന്നതിനും മത്ത് കർ എന്ന് പറയുന്നതിനും രണ്ട് പ്രയോഗമാണ്. നൈക്കർ എന്ന് പറയുന്നതിന് ലേശം മയമുണ്ട്, മത്ത് കർ എന്ന് പറഞ്ഞാൽ ഒരു മയവും ഇല്ല. ഐസാക്കർ അങ്ങനെ ചെയ്യേ, ഐസാക്കർ ഇങ്ങനെ ചെയ്യ. ഇത് ഹിന്ദിയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇങ്ങനെ ചെയ്യാനും അങ്ങനെ ചെയ്യാനും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അത് ചില ഉദാഹരണം ഞാൻ പറയാം. കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാണ്, കൽ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സും എടുത്തിട്ടുണ്ട് ഉദാഹരണ സഹിതം. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ഐസാക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യ്, ഐസാക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്ന് രണ്ടും പറയാനാണ് അത് ഉപയോഗിക്കുന്നത്, പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത്. ഐസ മത്ത് കർ എന്ന് പറഞ്ഞാലോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഐസ മത്ത് കർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഐസ മത്ത് കർ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഐസ മത്ത് കർ എന്ന് പറയരുത്, ഐസമത് കർ. അതായത് ഒരു മരക്കഷ്ണം നമ്മൾ എടുത്തിട്ട് മുറിച്ച് അതുകൊണ്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ഫർണിച്ചർ ഉണ്ടാക്കും. ഒരു മരക്കഷ്ണം എടുത്തിട്ട് നമ്മളൊരു ഫർണിച്ചർ ഉണ്ടാക്കും. അത് ആ മരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ചെത്തി കൊതഞ്ഞ് ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് ഫർണിച്ചറായിട്ട് ഉണ്ടാക്കുക. അപ്പോഴാണത് ചേർന്നിരിക്കുക. അതുപോലെ നമ്മൾ വാക്കുകൾ അരികെ മൂലമൊക്കെ നമ്മൾ ചെത്തി ചേർത്ത് വെച്ച് കൊടുക്കണം. അതിനാണ് ഐസമത് കർ എന്ന് നമ്മൾ പറയുന്നതിന് ഐസമത് കർ. ഐസ ബത്താവോ അങ്ങനെ പറ, ഐസ ബത്താവോ അങ്ങനെ പറ, ഐസ ബത്താവോ ഇങ്ങനെ പറ, ഐസ ബത്താവോ ഇങ്ങനെ പറ, ഐസ ബത്താവോ അങ്ങനെ പറ, ഐസ ബത്താവോ ഇങ്ങനെ പറ. ഈ മലയാളത്തിലെ മാതിരിയല്ല കേട്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാതിരിയല്ല. ഹിന്ദി ഒരു പ്രത്യേക ടൈപ്പ് സാധനം കേട്ടോ. അത് നമ്മൾ അങ്ങനെ അതിൻ്റെ കോണ്ടസ്റ്റിൽ മനസ്സിലാക്കണം. അതിന് ഞാൻ പറഞ്ഞില്ലേ, പർസു എന്ന് പറഞ്ഞാൽ മിനിങ്ങാന്നാണ് പർസു. എന്നാൽ പർസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാളാണ്. പർസോം എന്ന് പറഞ്ഞാൽ മിനിങ്ങാന്നാണ്, പർസോം എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്. ഇതാണ് ഹിന്ദിയുടെ പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദിയിൽ. അത് നമ്മൾ ഇംഗ്ലീഷ് വെച്ചിട്ട് മലയാളം വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്നും എവിടെ എത്തൂല. നിങ്ങളുടെ കാംകാർ ഐസ കാംകാർ അങ്ങനെ ജോലി ചെയ്യുക, ഐസ കാംകാർ അങ്ങനെ ജോലി ചെയ്യുക, ഇങ്ങനെ ജോലി ചെയ്യുക. ഐസാക്കർ അങ്ങനെ ചെയ്യുക, ഐസാക്കർ അങ്ങനെ ചെയ്യുക, ഐസാക്കർ ഇങ്ങനെ ചെയ്യുക. ഐസാമത് കറോ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത്. ഐസാമത് കറോ അങ്ങനെ ചെയ്യരുത്, ഐസാമത് കറോ ഇങ്ങനെ ചെയ്യരുത്. മനസ്സിലായോ? പരസോ എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്, പരസോ എന്ന് പറഞ്ഞാൽ മിനിങ്ങാന്നുമാണ്, രണ്ടുമാണ്. അതേപോലെ ഐസാമത് കറോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് എന്നും ഇങ്ങനെ ചെയ്യരുത് എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഐസ കാം മത് കറോ അങ്ങനത്തെ പണി ചെയ്യല്ലേ, ഇങ്ങനത്തെ പണി ചെയ്യല്ലേ. ഐസ കാം മത് കറോ. ഐസ വാല അങ്ങനത്തവൻ ഇങ്ങനത്തവൻ. ഐസ വാല ഐസ ആദ്മി അങ്ങനത്തെ ആൾ, ഐസ ആദ്മി ഇങ്ങനത്തെ ആൾ. കൈസ വാല എങ്ങനത്തവൻ, കൈസവാല എങ്ങനത്തവൻ, കൈസ ആദ്മി എങ്ങനത്തെ ആളാണ്, കൈസ ആദ്മി എങ്ങനത്തെ ആളാണ്, കൈസ മനുഷ്യ എങ്ങനത്തെ മനുഷ്യനാണ്, കൈസ മനുഷ്യ എങ്ങനത്തെ മനുഷ്യനാണ്. ഇഷ്ടം. ഐസ കറിയാത്തോ അങ്ങനെ ചെയ്താൽ, ഐസ കാം കറിയാത്തോ അങ്ങനത്തെ പണി ചെയ്താൽ, ഐസ കറിയാത്തോ അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, ഐസ കാം കറിയാത്തോ അങ്ങനത്തെ പണി ചെയ്താൽ, ഐസ കാം നൈ കറിയാത്തോ, ഐസ കാം നൈ കറിയാത്തോ അങ്ങനത്തെ പണി ചെയ്തില്ലെങ്കിലോ, ഇങ്ങനത്തെ പണി ചെയ്തില്ലെങ്കിലോ, അങ്ങനെ പണി ചെയ്തില്ലെങ്കിലോ, ഇങ്ങനെ പണി ചെയ്തില്ലെങ്കിലോ. ഐസ ഗന്ദാ കാം മത് കറോ. നമ്മുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ പെട്ടെന്ന് പഠിക്കാം. നമ്മൾ മലയാളം മാത്രം അറിഞ്ഞാൽ മതി. ഐസ ദീവാന ബനായത്തോ അങ്ങനെ ഉന്മാദത്തിലായാലോ, ഇങ്ങനെ ഉന്മാദത്തിലായാലോ. ഐസ ദീവാന ബനായത്തോ, ഐസ പാഗൽപ്പൻ ഹോ ഗയാത്തോ ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാലോ. ഐസ പാഗൽപ്പൻ ഹോ ഗയാത്തോ ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാലോ. പാഗൽപ്പൻ ഭ്രാന്ത്, ദിവാന ഏതാണ്ട് ഒരു കിറുക്ക്, ഒരു ഉന്മാദ അവസ്ഥയാണ് ദിവാന എന്ന് പറഞ്ഞത്. പക്ഷേ പാഗൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. പാഗൽ പല വാക്കുകളും അതിന് പറയുന്നുണ്ട്. പക്ഷെ
സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് പാഗൽ, ഭ്രാന്ത്. പാഗൽഖാന ഭ്രാന്താലയം, പാഗൽഖാന പ്രാന്താലയം, പാഗൽഖാന ഭ്രാന്താലയം. ഐസാ കഠിൻ കാം കർ ദിയാ തോ, ഐസാ കഠിൻ കാം കർ ദിയാ തോ, അങ്ങനെ കഠിനമായ ജോലി ചെയ്താൽ, ഇങ്ങനെ കഠിനമായ ജോലി ചെയ്താൽ. സ്വകാര്യം പറയുക, സ്വകാര്യം പറയുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ഹിന്ദിയിൽ? സ്വകാര്യം പറയുക. ഫുസാഹട്ട്. എന്താണ് ഫുസ്ഫുസാഹട്ട്? ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ തലയിണ മന്ത്രം എന്നൊക്കെ പറയില്ല. അതായത് സംസാരിക്കുമ്പോൾ എയർ മാത്രം, കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒച്ച ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആരോട് പറയുന്നോ ആ ആൾക്ക് മാത്രം അത് കേൾക്കാൻ പറ്റുള്ളൂ. അയാളുടെ ചെവിയിൽ നമ്മൾ ഫുസ്ഫുസാഹട്ട് നടത്തുമ്പോൾ, സ്വകാര്യം പറയുമ്പോൾ, വിസ്പറിങ് ചെയ്യുമ്പോൾ വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ശബ്ദം ഇല്ലാതെ കാറ്റ് മാത്രമേ അതിനുണ്ടാവുള്ളൂ, എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വിസ്പറിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ സ്വകാര്യം എന്ന് പറയും. എന്നാൽ ഹിന്ദിയിൽ ഫുസ്ഫുസാഹട്ട്. എന്താണ് ഫുസ്ഫുസാഹട്ട്? ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൾത്തെ ഹേ, ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൾത്തെ ഹേ. അവൾ അങ്ങനെ സ്വകാര്യമായിട്ട് പറയുകയാണ്. അവൻ സ്വകാര്യമായിട്ട് പറയുക, അവൻ സ്വകാര്യം പറയുകയാണ്. ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൽത്തി ഹേ, ഫുസ്ഫുസാഹട്ട് സെ ബോൽത്തി ഹേ. അവൾ സ്വകാര്യം പറയുകയാണ്. ഇനി നട്ടു എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുക? നട്ടു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? നട്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൗദ ലഗ, പൗദ ലഗ എന്ന് പറഞ്ഞാൽ ചെടി നട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പറയാം. എന്നിരുന്നാൽ തന്നെയും നട്ടു എന്നുള്ളതിൻ്റെ കറക്റ്റ് ഹിന്ദി വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റോപ്പ. എന്താണ്? റോപ്പ. റോപ്പായി എന്ന് പറഞ്ഞാലോ നടിയിൽ, നടിയിൽ. അതിനെന്താ പറയുക? റോപ്പായി. നട്ടു പൗദ ലഗായ എന്ന് പറഞ്ഞാൽ നട്ടു, പൗദ ലഗായ എന്ന് പറഞ്ഞാൽ പൗദ ലഗായ എന്ന് പറഞ്ഞാൽ നട്ടു എന്ന അർത്ഥമുണ്ട്. ഉഘാട, ഉഘാട എന്തായിരിക്കും ഉഘാട എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം? ഉഘാട പിഴുതെടുത്തു, പിഴുതെടുത്തു. കസാവ ഉഘാട, കസാവ ഉഘാട. കപ്പ പറിച്ചു, കപ്പ പിഴുതെടുത്തു. കസാവ കപ്പ, കസാവ ഉഘാട, കപ്പ പറിച്ചു. മാല്ല്, മാല്ല് സമ്മതിച്ചു. മാല്ല് ഹേ, മാല്ല് ഹേ സമ്മതിച്ചിരിക്കുന്നു. തുമാര ബാത് മാല്ല് ഹേ, തുമാര ബാത് മാല്ല്, തുമാര ബാത് മാല്ല്. പറഞ്ഞത് സമ്മതിച്ചിരിക്കുന്നു. തുമാര ബാത് മാല്ല്, നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചിരിക്കുന്നു. ബസി ഡാൽ രഹാഹും, ബസി ഡാൽ രഹാഹും. എന്താ ബസി ഡാൽ രഹാഹും എന്ന് പറഞ്ഞാൽ? ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഹിന്ദിയിൽ പറയാ? ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. ബസി ഡാൽ രഹാഹും, മച്ഛലി പക്കഡ് രഹാഹും, മച്ഛലി പക്കഡ് രഹാഹും. പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയില്ല നമ്മൾ, പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ഫ്രൈസാണ്, ഒരു പ്രയോഗമാണ്. പട്ടി ഷോ കാണിക്കാൻ വേണ്ടി എന്നുള്ളത് ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് പറയാം? ധ്യാൻ ആകർഷിത് കർണേ കെ ലിയേ, ധ്യാൻ ആകർഷിത് കർണേ കെ ലിയേ. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പട്ടി ഷോ എന്നാണ് നമ്മൾ പറയുക അല്ലേ? പട്ടി ഷോ കാണിക്കാൻ വേണ്ടി, ധ്യാൻ ആകർഷിത് കർണേ കെ ലിയേ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തി. ഒരു ആർക്കെങ്കിലും ഒരു പിച്ച കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഫ്ലൈറ്റ് ഇറങ്ങണ മാതിരി പാത്രത്തിലേക്ക് ഇട്ടൊക്കെ കൊടുക്കൂലേ? പട്ടി ഷോ എന്നല്ലേ നമ്മളതിന് പറയാ? മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഭാരം ചുമത്തി കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് ഭാരം ചുമത്തി കൊടുക്കുകയാണ്, നികുതി ഭാരം ചുമത്തി കൊടുക്കുകയാണ്, പിന്നെ തലയിൽ ഭാരം വെച്ച് കയറ്റുകയാണ്, തോളത്ത് ഭാരം വെച്ച് കെട്ടി കൊടുക്കുകയാണ്, മാനസികമായ ഭാരം വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റും? ലാദ് ദേത്തേ ഹേ, ലാദ് ദേത്താ ഹേ, ദാദ് ദേത്താ ഹേ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് ലാദ് ദേത്താ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ മുതുകിലേക്ക് വെച്ച് കൊടുക്കുക എല്ലാ ഭാരവും. നികുതി ഭാരമായാലും ശരി, മറ്റെന്ത് ഭാരമായാലും ശരി, മറ്റുള്ളവരുടെ മുഖിലേക്ക്, ജോലി ഭാരമല്ല, മറ്റുള്ളവരുടെ മുഖിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സംഭവ് ഹേ, യേ സംഭവ് ഹേ, ഇത് സംഭവിക്കാവുന്ന കാര്യമാണ്, സംഭാവ്യമാണ്. ഇത് യേ സംഭവ് ഹേ, ഇത് സാധ്യമാണ്, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇത് സംഭവിക്കുന്ന കാര്യമാണ്, സാധ്യമാണെന്നർത്ഥം. യേ സംഭവ് ഹേ, ഇത് സാധ്യമാണ്. അസംഭവ് ഹേ, അസംഭവ് ഹേ അസാധ്യം. അസംഭവ് അസാധ്യം, സംഭവ് സാധ്യം, അസംഭവ് അസാധ്യം.
ഇതെന്തൊരു എളുപ്പാ, ഇതെന്തൊരു എളുപ്പാ എന്നൊക്കെ നമ്മളെങ്ങനെ പറയാ? ഇതെന്തൊരു എളുപ്പാ? ये सहज है, बहुत सहज है, ये बहुत सहज है. ഇത് വളരെ എളുപ്പമാണ്. ആസാൻ है, ये बहुत आसान है, बहुत आसान है. सहज है, आसान है. രണ്ടും പറയൂ കേട്ടോ. ആസാൻ ഹേ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, സഹജ് ഹേ എന്ന് പറഞ്ഞാലും എളുപ്പമാണ്. ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഞാൻ 1 മുതൽ ഓടി വരെ എണ്ണാൻ പഠിച്ചു. പക്ഷേ ഒന്നും അറിയാത്ത, അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. ഹിരൺ എന്ന് നമ്മളുടെ ആളുകൾക്ക് പേരുണ്ടല്ലേ? ഹിരൺ എന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാർ പേരിടാറുണ്ട്. ഹിരൺ എന്ന് പേരിടാറുണ്ട്. ചിലടത്ത് ആൺകുട്ടികൾക്കും പേരിടാറുണ്ട്, പെൺകുട്ടികൾക്കും പേരിടാറുണ്ട്. ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനാണ്. മാൻ, നമ്മൾ കലമാൻ എന്നൊക്കെ പറയില്ലേ, കലമാൻ. എന്നാൽ ഇതിൻ്റെ പെൺവർഗത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. എന്താണ്? ഹിരൺ എന്നുള്ളതിൻ്റെ അവസാനം ഒരു വള്ളിയിട്ട് ഹിരണി എന്നാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. പുല്ലിംഗവും സ്ത്രീലിംഗവും തമ്മിലുള്ള ആ വ്യത്യാസമുള്ളൂ. ഹിരൺ ആൺമാൻ അല്ലെങ്കിൽ കലമാൻ, ഹിരണി പേടമാൻ അല്ലെങ്കിൽ പെൺമാൻ. ഗദ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഗദ ഗദ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ ഹനുമാൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ സാധനമാണ്. ഒറ്റയടിക്ക് ഒരു മരമൊക്കെ ഒടിച്ചു കളയാൻ കഴിവുള്ള ആ ഗദയുടെ കാര്യം നമുക്ക് ഓർമ്മ വരിക, യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അതല്ല, ഗദ എന്ന സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴുതയാണ്, സാക്ഷാൽ ഡോങ്കി ഗദ. എന്നാൽ ഗദയുടെ പെണ്ണിന് എന്താ പറയുക? ഈസിയാണ്, നിസ്സാരാണ്. ഗതി, ഗതി എന്ന് പറയും. എന്നാൽ ഗദഹി എന്ന് പറയുന്നവരുണ്ട്. ഗദഹി, ഗദ, ഗദഹി. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. ഗദ, ഗദഹി. ഗദ ആൺ കഴുത, ഗദഹി പെൺ കഴുത, ഗതി പെൺ കഴുത. എന്നാൽ ഹിന്ദിയിൽ വേറൊരു വാക്കുണ്ട്. അതെന്താണ്? ഡോങ്കി എന്ന് പറയും. അത് കഴുതയല്ല. ഹിന്ദിയിൽ ഡോങ്കി എന്ന് പറഞ്ഞാൽ കഴുതയല്ല. കഴുതയ്ക്ക് ഗദ എന്നും ഗതി എന്നുമാണ് പറയുന്നത്, നമ്മൾ പഠിച്ചില്ലേ? എന്നാൽ ഹിന്ദിയിൽ ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിലാണെങ്കിൽ ഡോങ്കി എന്ന് പറഞ്ഞാൽ കഴുതയാണ്, നമുക്കറിയാം, ഉറപ്പാണ്. എന്നാൽ ഹിന്ദിയിൽ ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവോ? കപടഭക്തൻ, ഹിപ്പോക്രൈറ്റ്. ഹിപ്പോക്രൈറ്റ് കപടഭക്തനാണ്. ഹേ ഡോങ്കിയോം എന്ന് പറഞ്ഞാൽ ഹേ കപടഭക്തിക്കാര എന്നാണ്. ഹേ ഡോങ്കിയോം, ഹേ ഡോങ്കിയോം, അല്ലയോ കപടഭക്തിക്കാര എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഇംഗ്ലീഷ് എന്താ പറയാ? ഹേ ഹിപ്പോക്രൈറ്റ്. ഡോങ്കി എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിപ്പോക്രൈറ്റ് ആണ്, കപടഭക്തി എന്നാണ് മലയാളത്തിൽ പറയുക. എന്നാൽ കഴുതയ്ക്ക് ഗദ എന്നും പെൺകഴുതയ്ക്ക് ഗതി എന്നും പറയും. നിഷ്കളങ്കമായ പ്രാവിന് എന്താണ് പറയുക ഹിന്ദിയിൽ? നിഷ്കളങ്കനായ പ്രാവിന് പറയുന്നത്, നിഷ്കളങ്കനായ പ്രാവിന് പറയുന്ന പേരാണ് കബുത്തർ. കബുത്തർ. നിഷ്കളങ്കനായ, ശ്രദ്ധിക്കണം, വാക്ക് ശ്രദ്ധിക്കണം. നിഷ്കളങ്കനായ പ്രാവിന് പറയുന്ന പേരാണ് കബുത്തർ. അപ്പോൾ അവിടെ വേറൊന്നും വായിക്കണല്ലേ? നിഷ്കളങ്കയായ പ്രാവിന് പറയുന്ന പേരാണ് കബുത്തരി. കബുത്തരി എന്താണ്? മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ ഈ വസന്തക്കാലം ഈ രാവിൽ. ഞാൻ പാടാൻ ശ്രമിക്കുകയല്ല കേട്ടോ, ചുമ്മാ അങ്ങനെ ക്ലാസ് എടുത്ത് വന്നപ്പോൾ അങ്ങനെ ഒരു മൂഡ് തോന്നിയതാണ്. അപ്പോൾ മാടപ്രാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാടപ്രാവ് എന്ന് പറഞ്ഞാൽ കബുത്തരി. കുറുപ്രാവ് എന്ന് പറഞ്ഞാലോ? കുറുപ്രാവ് എന്ന് പറഞ്ഞാൽ കബുത്തർ, ആൺപ്രാവ് കബുത്തർ. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? എന്താണ്? നിഷ്കളങ്കനായ. അത് പുല്ലിംഗം തോന്നിപ്പിക്കുന്നതല്ല, നിഷ്കളങ്കൻ, ആ പുരുഷനെ തോന്നിപ്പിക്കുന്ന. നിഷ്കളങ്കയായ അത് സ്ത്രീയെ സൂചിപ്പിക്കുക. അത് ഞാൻ ആ രൂപത്തിൽ പറഞ്ഞത്, ശ്രദ്ധിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിഷ്കളങ്കനായ പ്രാവിന് എന്താ പറയുക? കബുത്തർ. എന്നാൽ നിഷ്കളങ്കയായ പ്രാവിന് എന്താ പറയുക? കബുത്തരി. പുല്ലിംഗവും സ്ത്രീലിംഗവും നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? ഈസി അല്ലേ? നാന എന്ന് കേട്ടിട്ടുണ്ടോ? നാന. നാന എന്ന് പറഞ്ഞാൽ വല്യച്ഛനാണ്. പക്ഷെ ഒരു കാര്യം, അത് വല്യച്ഛനാണെങ്കിലും അച്ഛൻ്റെ അച്ഛനല്ല, അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ എന്താ പറയുക? നാനാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു പറയാനൊരു പേരുണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? ഈസി, നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും. നാനി. നാനി അമ്മയുടെ അമ്മ. ഇത് പോയിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മേനെ പോയിട്ട് വിളിക്കരുത് കേട്ടോ. അച്ഛൻ്റെ അച്ഛനെ പോയിട്ട് നാനാന്ന് വിളിക്കരുത്, അച്ഛൻ്റെ അമ്മേനെ പോയിട്ട് നാനിന്നും വിളിക്കരുത്. ഒന്നിനും ഓരോ പൈതൃകമുണ്ട്. ആ അച്ഛൻ്റെ അച്ഛനെ വിളിക്കുന്നത് ദാദാ എന്നാണ്, ദാദാജി എന്ന് കൂടുതൽ ബഹുമാനത്തോടെ വിളിക്കും. ദാദിമ എന്ന് അച്ഛൻ്റെ അമ്മേനെ വിളിക്കും, അച്ഛമ്മേനെ ദാദിമ എന്ന് വിളിക്കും, അച്ഛൻ്റെ അച്ഛനെ ദാദാജി എന്ന് വിളിക്കും.
അപ്പോൾ അമ്മയുടെ അച്ഛനെ വിളിക്കുന്ന പേരാണ് നാന നാന നാന. അമ്മയുടെ അമ്മേനെ വിളിക്കുന്ന പേരാണ് നാനി. ആടിന് എന്താ പറയുക? ആണാടിന് വേറെ പേര്, പെണ്ണാടിന് വേറെ പേര്. പക്ഷേ ഈസിയാണ് സംഭവം. ബക്കര നമുക്കറിയാമല്ലേ, ബക്കര എന്നാണ് ആടാടിന് പറയുക. എന്നാൽ പെണ്ണാടിനാണ് പറയുന്നത് ബക്കരി. ബക്കര പുല്ലിംഗം, ബക്കരി സ്ത്രീലിംഗം. ഇതൊന്നും തിരിച്ചറിയ വല്ല വിഷമമുണ്ടോ? ഒരു വിഷമമില്ല അല്ലേ? ഈസി അല്ലേ? ഇങ്ങനെ പഠിക്കണം നമ്മൾ. അതുപോലെ പൂവൻകോഴിക്ക് നമ്മളെന്താ പറയുക? പൂവൻകോഴിക്ക് നമ്മൾ പറയുന്ന പേരാണ് മുറുക. എന്താണ്? മുറുക. അങ്ങനെയാണ് പെടക്കോഴിക്ക് ഒരു പേരുണ്ടാവും അല്ലേ? മുറുകി. മുറുകി, അത്രേ ഉള്ളൂ. മുറുക, മുറുകി, മുറുക, മുറുകി. എന്നാൽ മിർഗി എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും കേട്ടോ. മിർഗി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ മിർഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം എന്താണെന്നറിയോ? മിർഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിലെപ്സിയാണ്. എന്താണ്? എപ്പിലെപ്സി, അപസ്മാരം, മിർഗി. എന്നാൽ മുറുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടക്കോഴിയാണ്. മുറുക പൂവൻകോഴി, മുറുകി പെടക്കോഴി, മിർഗി എപ്പിലെപ്സി, അപസ്മാരം. ഗോഡ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഗോഡ, ഗാഡി, ഗോഡയ്ക്ക് ഗാഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പണ്ട് പാടിയിട്ടുണ്ട്. എന്താ ഗാഡി, ഗോഡയ്ക്ക് ഗാഡി എന്നൊക്കെ പറഞ്ഞിട്ട്. ഗോഡ, ഗാഡി, ഗോഡയ്ക്ക് ഗാഡി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. ഗോഡ എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഗോഡ കുതിര. എന്നാൽ പെൺകുതിരയ്ക്കോ ഗോഡി, ഗോഡി പെൺകുതിര. അമ്മാവനെ പലർക്കും തെറ്റിദ്ധാരണയാണ്. അമ്മാവനെ വിളിക്കുന്നതാണ് മാമ, അമ്മയുടെ ആങ്ങളേനെ വിളിക്കുന്നത് മാമ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മാവിനെ നമ്മൾ എന്തെങ്കിലും വിളിക്കുമല്ലോ, മാമി, മാമി. മാമയുടെ മാമ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മാമി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. അപ്പം മാമി എന്ന് പറഞ്ഞാൽ അമ്മാവി, മാമ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, അമ്മയുടെ ആങ്ങള. അതുപോലെ സിമ്പിളാണ് ബേട്ട. ബേട്ട എന്ന് പറഞ്ഞാൽ മകൻ, ബേട്ടി മകള്. സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട് അല്ലേ? വളരെ ഈസി അല്ലേ? ബേട്ട പുല്ലിംഗം, മകൻ അർത്ഥം. ബേട്ടി സ്ത്രീലിംഗം, മകൾ അർത്ഥം. ലടുക്ക, ലടുക്ക ആൺകുട്ടി. ആർക്കാണ് അറിയാത്ത? നമുക്ക് എല്ലാവർക്കും അറിയാം. പെൺകുട്ടിക്ക് ലടുക്കി എന്നും പറയും അല്ലേ? ചിലർ ലട്ക എന്ന് പറയും. ലട്ക അല്ല, അത് തെറ്റാണ്. പിന്നെ ലട്ക എന്നാണ് പറയുന്നതിന് പകരം എന്താ പറയേണ്ടത് ലടുക്ക എന്ന് തന്നെ പറയണം. ലടുക്ക. അങ്ങനെ ലട്ക്കി എന്ന് പറയരുത്, ലടുക്കി എന്ന് തന്നെ പറയണം. ചിലരൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ലട്ക്കി എന്നൊക്കെയാണ് പറഞ്ഞത്, ലട്ക്കി. അതുപോലെ കിട്ക്കി, കിട്ക എന്നല്ല. ജനലിന് പറയുന്നതാണ് കിടക്കി എന്നാണ് പറയുക. അതിന് ചിലർ കിടക്കി എന്ന് പറഞ്ഞിട്ട് പറയും, ചിലർ കിട്ക്കി എന്ന് പറയും. അങ്ങനെയല്ല, കിട്ക്കി അല്ല, കിടക്കി എന്ന് തന്നെ പറയണം. ലട്ക്കി അല്ല, ലടുക്കി എന്ന് തന്നെ പറയണം. ഇനിയാണ് ട്വിസ്റ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് പുഷ്പം പോലെ, നമ്മൾ ഐസ്ക്രീം തിന്നുന്നത് പോലെ നമ്മൾ പുല്ലിംഗം സ്ത്രീലിംഗം പഠിച്ചു. ഇനി പറയാൻ പോകുന്നതാണ് ഡേഞ്ചർ. അങ്കുട്ട. അങ്കുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുവിരൽ എന്നാണ് അർത്ഥം. പെരുവിരൽ കയ്യിലാണെങ്കിൽ ഇത് കാലിൽ ടോസ് എന്ന് വേറെ പറയും അല്ലേ? പെരുവിരൽ, അങ്കുട്ട, പെരുവിരൽ. അപ്പോൾ അങ്കുട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്കുട്ട എന്ന് പറഞ്ഞാൽ പെരുവിരലാണ്. അപ്പോൾ അങ്കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നതനുസരിച്ചാണെങ്കിൽ ചെറുവിരലാകണം അല്ലേ? അങ്ങനെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചില്ലേ? പക്ഷേ ഇത് ഭയങ്കര വ്യത്യാസമാണ്. അങ്കുട്ടി എന്ന് പറഞ്ഞാൽ മോതിരം എന്നാണ് അർത്ഥം. അങ്കുട്ടി മോതിരം, മോതിര വിരലല്ല, മോതിരം എന്ന് തന്നെയാണ് അർത്ഥം. അങ്കുട്ട എന്ന് പറഞ്ഞാൽ പെരുവിരൽ, അങ്കുട്ടി എന്ന് പറഞ്ഞാൽ മോതിരം. മോതിരം, മോതിര വിരലല്ല, മോതിരം. മോതിര വിരലല്ല, മോതിരം. അങ്കുട്ടി മോതിരം, അങ്കുട്ട തള്ളവിരൽ, തന്തവിരൽ. മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന മാല, ഹാരം എന്നൊക്കെ പറയും. മാല, മാല സാധാരണ നമ്മുടെ കഴുത്തിലെല്ലാം, മലയാളികളുടെ കഴുത്തിലൊക്കെ എല്ലാ സ്ത്രീകളും ഒരു മാലയിടും. ആണുങ്ങൾ ഒക്കെ ചിലരൊക്കെ മാലയിടും. മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് 2-3 ഒഴിവാക്കും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മാല. എന്നാൽ അത് മാലി എന്ന് പറഞ്ഞാലോ? മാലി, മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലുള്ള മാല. മാലി എന്ന് പറഞ്ഞാലോ? മാലി തോട്ടക്കാരനാണ് കേട്ടോ. മാലയായിട്ട് ഒരു ബന്ധവുമില്ല. മാലി തോട്ടക്കാരൻ. മുന്തിരിത്തോട്ടം കാക്കുന്നവനും റബ്ബർ തോട്ടം കാക്കുന്നവനൊക്കെ മാലിയാണ് കേട്ടോ. തോട്ടക്കാരൻ, തോട്ടം കാക്കുന്ന ആളാണ്, അല്ലാതെ മുതലാളിയല്ല. മാലി, മാലിക് എന്ന് പറഞ്ഞാൽ മുതലാളിയാണ്. മാലിക് മുതലാളി. അത് പഹറേദാറാണ്. ബിൽഡിംഗ് സെക്യൂരിറ്റികൾക്കൊക്കെ എന്താ പറയുന്നത്? പഹറേദാർ. ഹോട്ടലിൻ്റെ മുമ്പിലും അതുപോലെ പല ബിൽഡിങ്ങിൻ്റെ മുമ്പിലും പലയിടത്തും നമ്മൾ കാണും പഹറേദാർ.
വിവാഹം നടക്കുന്നിടത്ത്, പല ചടങ്ങുകൾ നടക്കുന്നിടത്തൊക്കെ അവിടെ ഉണ്ടാവും സെക്യൂരിറ്റികൾ. അതിന് പറയുന്ന പേരാണ് പഹറേദാർ. എന്നാൽ സെക്യൂരിറ്റിക്ക് പറയുന്ന പേരാണ് പഹറേദാർ. ഡാക്കു എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല, ചമ്പൽക്കാടിലെ ഡാക്കു. ഫുലൻദേവി ഒരു ഡാക്കു ആയിരുന്നു, പെണ്ണാണെങ്കിലും. ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരൻ എന്നാണ് അർത്ഥം. ചമ്പൽക്കാട് അതിന് ഫേമസ് ആണ്. ചമ്പൽക്കാടിൽ ഡാക്കു, കൊള്ളക്കാരൻ ഡാക്കു. അങ്ങനെയാണെങ്കിൽ ഡാക്കിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊള്ളക്കാരിയാണോ? ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരൻ, ഡാക്കിയ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരിയാണോ? ഒരു ബന്ധമില്ല കേട്ടോ. പാവം സാധു മനുഷ്യനാ. പുരുഷനായിരിക്കും, ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും. വളരെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഹിന്ദി പഠിക്കണമെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ കാണാം. ഇത് എന്താണ്? ഇത്, ഇവ, ഈ, ഇവൻ, ഇവൾ, ഈ വാക്കുകളൊക്കെ നമ്മൾ ഇത് ഒക്കെ 2 അക്ഷരമുള്ളൂ ആ വാക്കിന്. ഹിന്ദിയിൽ 2 അക്ഷരമുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടെ എവിടെ വേണേലും പോയി നിങ്ങൾക്ക് ആരോട് വേണേലും ഹിന്ദി സംസാരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഞാനൊക്കെ ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ്. എനിക്ക് തകർന്നു പോയിടത്തു നിന്ന്, എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിടത്തു നിന്ന്, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള നന്ദിയോടെ ഞാൻ ആരംഭിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ഒരാൾ പറഞ്ഞു, യെ മേരാ ഘർ ഹേ, യെ മേരാ ഘർ ഹേ, ഇതെൻ്റെ വീടാണ്. യെ മേരാ ഘർ ഹേ, ഇതെൻ്റെ വീടാണ്. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും പറഞ്ഞു, യെ മേരാ ഘർ ഹേ. അപ്പോൾ എൻ്റെ പേരക്കിടാവ് വന്നിട്ട് ഒരു പുസ്തകം എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, യെ മേരി കിതാബ് ഹേ, യെ മേരി കിതാബ് ഹേ. പറഞ്ഞത് ആൺകുട്ടിയാണ്, കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. യെ മേരി കിതാബ് ഹേ എന്നാണ് അവൻ പറഞ്ഞത്. എന്താണ് കാരണം? ഇവിടെ ഞാൻ പറഞ്ഞു യെ മേരാ ഘർ ഹേ, പേരക്കുട്ടി പറയുന്നു യെ മേരി കിതാബ് ഹേ. എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം? ഈ മേരാ ഘർ ഹേ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ മേരാ കിതാബ് ഹേ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ശരിയായ രീതി അതല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? യെ മേരാ ഘർ ഹേ എന്ന് പറഞ്ഞാൽ ഘർ എന്നുള്ളത് പുല്ലിംഗമാണ്. ഹിന്ദിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ സംസ്കൃതം പഠിക്കുന്നവർ വന്നു വെച്ചാൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ നിൽക്കരുത്. സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ ഗ്രാമർ വ്യത്യാസം ഉണ്ടെന്നോ. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. പുസ്തകം സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് ആൺകുട്ടിയാണെങ്കിലും അവൻ പറഞ്ഞു യെ മേരി കിതാബ് ഹേ. അപ്പോൾ കയ്യിലിരിക്കുന്ന പുസ്തകം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കുട്ടി പറഞ്ഞത് യെ മേരി കിതാബ് ഹേ. ആൺകുട്ടിയാണെങ്കിലും അവൻ പറഞ്ഞു യെ മേരി കിതാബ് ഹേ. ഇങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. മേര എന്ന് പറഞ്ഞാലും മേരി എന്ന് പറഞ്ഞാലും മേരേ എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കാമെന്ന് നമ്മളൊക്കെ അറിയാമോ? അതിൻ്റെ ട്രിക്ക് എന്താണ്? യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, ഈ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് യഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ, ഇവൾ, ഇത്, ഈ. ഇതെല്ലാം ഞാനിന്ന് സംശയം തീർക്കും. കാരണം ഇതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഉദാഹരണ സഹിതം നിങ്ങളെല്ലാം ഇന്ന് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ പോകുള്ളൂ. യെ മേരേ പിതാ ഹേ, യെ മേരേ പിതാ ഹേ. ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ ഉപ്പയാണ്. യെ മേരേ മേര എന്നല്ല പറഞ്ഞത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് നമ്മൾ പഠിക്കണ്ടേ. മേര എന്ന് പറഞ്ഞാലും മേരേ എന്ന് പറഞ്ഞാലും മേരി എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്, എൻ്റെ എന്നാണ് അർത്ഥം. എന്നാൽ പിത ബഹുമാന സൂചകമായിട്ടാണ് മേരേ പിത എന്ന് പറയുന്നത്. മേരേ പിത എന്ന് പറഞ്ഞാൽ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് മേരേ പിത എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥം
മേര, മേരെ, മേരി എല്ലാം ഒരർത്ഥമാണെങ്കിലും ഗ്രാമാറ്റിക്കലി കറക്റ്റ് മേരെ എന്നാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ, ഉപ്പച്ചിയെക്കുറിച്ച് പറയുമ്പോൾ മേരെ എന്ന് കൂട്ടി പറയാൻ മറക്കരുത്. അമ്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മേരി മ എന്ന് പറയാം. മേരി മ. എന്തുകൊണ്ടാണ്? അമ്മ സ്ത്രീയല്ലേ, അപ്പോൾ സ്ത്രീലിംഗം. അപ്പോൾ മേരി മ എന്നാണ് പറയുക, മേരെ മ എന്നല്ല പറയുക, മേരി മ കേട്ടോ. പെങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? മേരി ബഹൻ, മേരി ബഹൻ, മേരി ബഹൻ. എന്നാൽ സഹോദരനെ കുറിച്ച് പറയുമ്പോഴോ മേരാ ഭായ്, മേരാ ഭായ്, മേരാ ഭായ്. അവിടെ മേരേന്നോ മേരിന്നോ പറയാൻ പാടില്ല, അർത്ഥം ഒന്നാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. ഭായിയെക്കുറിച്ച് പറയുമ്പോൾ മേരാ ഭായ്. സുഹൃത്തിനെ കുറിച്ച് പറയുമ്പോൾ മേരാ ദോസ്ത്, മേരാ ദോസ്ത്. യഹ് ക്യാ കർത്താ ഹെ, യഹ് ക്യാ കർത്താ ഹെ. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? 4 അർത്ഥമുണ്ട്. എത്ര എണ്ണം നമുക്കറിയാം? യഹ് ക്യാ കർത്താ ഹെ, യഹ് ക്യാ കർത്താ ഹെ. ഇവൻ എന്താണ് ചെയ്യുന്നത്? യഹ് ക്യാ കർത്താ ഹെ, ഇവൻ എന്താണ് ചെയ്യുന്നത്? യഹ് ക്യാ കർത്താ ഹെ, യഹ് ക്യാ കർത്താ ഹെ. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ എന്ത് ചെയ്യുന്നു? യഹ് ക്യാ കർത്താ ഹെ. യഹ് ക്യാ കർത്താ ഹെ, ഇത് എന്ത് ചെയ്യുന്നു? ഇത് എന്ത് ചെയ്യുന്നു? യഹ് ക്യാ കർത്താ ഹെ. അപ്പം 3 അർത്ഥമായേ. 4ാമത്തെ അർത്ഥം, ഇത് എന്താ ചെയ്യുന്നത്? ഇതെന്താ ചെയ്യുന്നത്? എല്ലാത്തിനും ഈ ഒരൊറ്റ സെൻറ്റൻസ് മതി. യഹ് ക്യാ കർത്താ ഹെ, ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ എന്താണ് ചെയ്യുന്നത്? ഇവൻ എന്താ ചെയ്യുന്നത്? ഇത് എന്താ ചെയ്യുന്നത്? ഇതെന്താ ചെയ്യുന്നത്? അങ്ങനെ ഈ ഒരൊറ്റ വാക്കും കൊണ്ട് തന്നെ നമുക്ക് 4, 5, 6, 7 തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. യഹ് ക്യാ കർത്തി ഹെ, യഹ് ക്യാ കർത്തി ഹെ. ഇവൾ എന്താ ചെയ്യുന്നത്? യഹ് ക്യാ കർത്തി ഹെ, ഇവൾ എന്താണ് ചെയ്യുന്നത്? അതേ വാക്കുകൊണ്ട് തന്നെ നമുക്ക് അർത്ഥം മാറ്റിയെടുക്കാം. യഹ് യഹ് ക്യാ കർത്തി ഹെ, ഇത് എന്താ ചെയ്യുന്നത്? ഇത് എന്താണ് ചെയ്യുന്നത്? യഹ് ക്യാ കർത്തി ഹെ, ഇത് എന്താണ് ചെയ്യുന്നത്? അടുത്തത് ക്യാ കർത്തി ഹെ, ക്യാ കർത്തി ഹെ. ഇവൾ എന്താണ് ചെയ്യുന്നത്? ഇവൾ എന്താണ് ചെയ്യുന്നത്? ഇവൾ എന്താണ് ചെയ്യുന്നത്? എല്ലാത്തിനും ഈ ഒരു വാക്ക് മതി. ക്യാ കർത്തി ഹെ. ഇതെന്താണ് ചെയ്യുന്നത്? അതിന് ഈ ഒരു വാക്ക് മതി. യഹ് ക്യാ കർത്തി ഹെ. ഇതെന്താണ് ചെയ്യുന്നത്? യഹ് ക്യാ കർത്തി ഹെ. ഇതിന് വ്യത്യാസം എന്താണ്? ക്യാ കർത്താ ഹെ എന്ന് പുല്ലിംഗം പറയുമ്പോൾ ക്യാ കർത്തി ഹെ എന്ന് സ്ത്രീലിംഗത്തിൽ വരും. അപ്പോൾ ക്യാ കർത്തി ഹെ എന്നാണ് വരുന്നതെങ്കിൽ അത് സ്ത്രീ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്യാ കർത്താ ഹെ എന്നാണ് പറയുന്നതെങ്കിൽ അത് പുരുഷനാണ് എന്ന് മനസ്സിലാക്കാം. 2 കൂട്ടരും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് യഹ്. എന്താണ്? യഹ്. യഹ് എന്ന് എഴുതുമെങ്കിലും നമ്മൾ പറയുമ്പോൾ യഹ് എന്ന് പറയില്ല, എന്ന് പറയുള്ളൂ. നീട്ടി പറയരുത്. എന്ന് പറയുമ്പോൾ നീട്ടി പറഞ്ഞാൽ അതിന് ഇവ എന്നുള്ള അർത്ഥം വരും. കുറുക്കി പറയുമ്പോഴാണ് ഇത്, ഇവൻ, ഇവൾ, എന്നൊക്കെ അർത്ഥം വരിക. ഇവൻ, ഇവൾ, ഇത്, ഈ എന്ന അർത്ഥം 4 അർത്ഥം വരുന്നത് കുറുക്കി പറയുമ്പോഴാണ്. അത് യഹ് എന്നുള്ളത് എന്ന് പറയും. എന്നാൽ എന്ന് എഴുതിയിട്ട് അതിന് മുകളിലൊരു മാത്രം ഇട്ട് വലിയ ആക്കിയാൽ അങ്ങനെ പറയാം, വലിയ എന്നാ പറയാം. എന്നാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവ, ഇവർ എന്നൊക്കെ അതിന് അർത്ഥം വരും. ഇദ്ദേഹം എന്തൊക്കെ അർത്ഥം വരും. ഈ യഹ് എന്നുള്ള വാക്ക് ശരിക്കും ഉച്ചരിക്കാനും അവയുടെ ഉപയോഗം മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മൾ ഹിന്ദി പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അവിടെ ഉണ്ട്, വലിയ ഉണ്ട്, വലിയ ചെറിയ കേട്ടോ. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. യഹ് കിതാബ് ബഹുത് അച്ചി ഹേ, യഹ് കിതാബ് ബഹുത് അച്ചി ഹേ. ഈ പുസ്തകം വളരെ നല്ലതാണ്. യഹ് കിതാബ് ബഹുത് അച്ചി ഹേ. നമ്മൾ പറയുമ്പോൾ കിതാബ് ബഹുത് അച്ചി എന്ന് പറയും. കിതാബ് ബഹുത് അച്ചി ഹേ, കിതാബ് ബഹുത് അച്ചി ഹേ. എഴുതുമ്പോൾ യഹ് കിതാബ് ബഹുത് അച്ചി ഹേ എന്നാണ് നമ്മൾ എഴുതുക. ഈ പുസ്തകം വളരെ നല്ലതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അച്ചി ഹേ എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കിതാബ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. കിതാബ് സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു കിതാബ് ബഹുത് അച്ചി ഹേ. എന്നാൽ മേരാ ഘർ അച്ഛാ ഹേ, മേരാ ഘർ അച്ഛാ ഹേ, അപ്പോൾ അത് പുല്ലിംഗമായി. എന്തുകൊണ്ടാണ്? ഘർ എന്നുള്ളത് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് അച്ഛാ ഹേ എന്ന് പറഞ്ഞത്. മേരാ ഘർ അച്ഛാ ഹേ അല്ലെങ്കിൽ ഘർ അച്ഛാ ഹേ, ഈ വീട് നല്ലതാണ്. ബച്ച സമഞ്ച്ദാർ ഹേ,
ये बच्चा समझदार है. ഈ കുട്ടി ബച്ച സമഞ്ജദാർ ഹേ, സമഞ്ജദാർ ബുദ്ധിമാൻ. ये काम आसान है, ये काम आसान है. ഈ ജോലി വളരെ എളുപ്പമാണ്. ये फूल सुंदर है, ये फूल सुंदर है. ഈ പുഷ്പം വളരെ മനോഹരമാണ്. ये गाड़ी मेरी है, ये गाड़ी मेरी है. ഈ വണ്ടി എൻ്റേതാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു പുരുഷനാണ്, ഞാൻ പറയുകയാണ് എൻ്റെ വണ്ടി എൻ്റേതാണ്, ഈ വണ്ടി എൻ്റേതാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പറയുകയാണ് മേരിയാണ് പറയണത്. ഏ ഗാഡി മേരി ഹേ, ഈ വണ്ടി എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ഈ ഗാഡി എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഗാഡി സ്ത്രീലിംഗമാണ്. അപ്പോൾ ഏ ഗാഡി മേരി ഹേ, ഈ വണ്ടി എൻ്റേതാണ്. യഹ് ഏക് അച്ഛ വിചാർ ഹേ. ഏ യഹ് എന്നുള്ളത് എന്ന് പറയും. ഏ എക്ക് അച്ഛ വിചാർ ഹേ. യഹ് ഏക് അച്ഛ വിചാർ ഹേ. ഇതൊരു നല്ല ഐഡിയ ആണ്, ഇതൊരു നല്ല ആശയമാണ്. ഏ മൗസം ബഹുത് ठंडा है, ये मौसम बहुत ठंडा है. ഈ കാലാവസ്ഥ വളരെ തണുപ്പാണ്. ഏ മൗസം ബഹുത് ठंडा है, ഈ കാലാവസ്ഥ വളരെ തണുപ്പാണ്. ये आपका बैग है, ये बैग आपका है. ये बैग आपका है അല്ലെങ്കിൽ ये बैग आपका है. ये आपका बैग है. ഈ ബാഗ് താങ്കളുടേതാണ് ഈ ബാഗ്. ബാഗ് പുല്ലിംഗമാണ് കേട്ടോ, ബാഗ് പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ആപ്കാ ഹേ എന്ന് പറഞ്ഞത് കേട്ടോ. ഏ രാസ്ത ലംബാ ഹേ, ഏ രാസ്ത ലംബാ ഹേ. ഈ റോഡ് വളരെ ദീർഘമാണ്. ഈ റോഡ് വളരെ ദൈർഘ്യമേറിയതാണ്. യഹ് ഏക് കഠിൻ സവാൽ ഹേ, ഏക് കഠിൻ സവാൽ ഹേ, ഏക് കഠിൻ സവാൽ ഹേ. ഇത് ഭയങ്കര കഠിനമായ ഒരു ചോദ്യമാണ്. സവാൽ ചോദ്യം. രാസ്ത എന്ന് പറഞ്ഞാൽ റോഡാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. രാസ്ത റോഡാണ്. യഹ് കാന സ്വാദിഷ്ട് ഹേ, യഹ് കാന സ്വാദിഷ്ട് ഹേ. ഞാൻ പറഞ്ഞു യഹ് എന്നുള്ളതിന് യഹ് എന്ന് പറയണ്ട, ഞങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയണേ. ഏ കാന സ്വാദിഷ്ട് ഹേ, ഏ കാന സ്വാദിഷ്ട് ഹേ. ഈ ഭക്ഷണം വളരെ രുചികരമാണ്. ഏ ഖാന ബഹുത് സ്വാദിഷ്ട് ഹേ. യഹ് കഹാനി അച്ഛാ ഹേ, യേ കഹാനി അച്ഛാ ഹേ. ഈ കഥ വളരെ നല്ലതാണ്. യേ കഹാനി സച്ച് ഹേ, യേ കഹാനി സച്ച് ഹേ. ഈ കഥയുണ്ടല്ലോ അത് സത്യമാണ്, കഥയാണെങ്കിലും അത് സത്യമാണ്. യേ ജഗഹ് ബഹുത് അച്ഛാ ഹേ, യേ ജഗഹ് ബഹുത് സുന്ദർ ഹേ. ഈ സ്ഥലം വളരെ സുന്ദരമാണ്. ജഗഹ് സ്ഥലം, കഹാനി കഥ, ജഗഹ് സ്ഥലം. അതിന് ജഗ എന്നാ പറയുക കേട്ടോ. ജഗഹ് എന്ന് എഴുതും, പക്ഷെ ജഗ എന്നാ പറയുക. യേ ജഗഹ് ബഹുത് സുന്ദർ ഹേ. ഈ സ്ഥലം വളരെ സുന്ദരമാണ്, ഈ സ്ഥലം വളരെ മനോഹരമാണ്. യേ തസ്വീർ മേരി ഹേ, യേ തസ്വീർ മേരി ഹേ. ഈ പ്രതിച്ഛായ എൻ്റേതാണ്, ഈ ഫോട്ടോ എൻ്റെ. തസ്വീർ എന്ന് പറഞ്ഞ ഫോട്ടോ. ഈ തസ്വീർ മേരാ ഹേ, ഈ ഛായാചിത്രം എൻ്റേതാണ്. യേ ഗഡി ബഹുത് മഹംഗി ഹേ, യേ ഗഡി ബഹുത് മഹംഗി ഹേ. ഈ വാച്ച് വളരെ വിലയേറിയതാണ്. ഗഡി വാച്ച്. മഹംഗി എന്ന് നമ്മൾ എഴുതുമ്പോൾ മഹംഗി എന്ന് എഴുതും, പക്ഷെ പറയുമ്പോൾ മങ്കി ബഹുത് മഹംഗി എന്നാണ് പറയുക. ഹ അങ്ങനെ എടുത്തു ഊന്നി പറയില്ല, ഹ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഏ ഗഡി ബഹുത് മഹംഗി ഹേ, ഏ ഗഡി ബഹുത് മഹംഗി ഹേ. ഈ വാച്ച് വളരെ വിലയേറിയതാണ്. ഏ പേട് ബഹുത് ഉംചാ ഹേ, ഏ പേട് ബഹുത് ഉംചാ ഹേ, ഏ പേട് ബഹുത് ഉംചാ ഹേ. ഈ മരം വളരെ ഉയരമുള്ളതാണ്. ഉംച ഉയരമുള്ളത്, പേട് മരം, ഉംച ഉയരം. ഏ പ്രശ്ന കഠിൻ ഹേ, ഏ പ്രശ്ന കഠിൻ ഹേ. ഈ ചോദ്യം വളരെ കഠിനമാണ്, ആർക്കും ഉത്തരം പറയാൻ കഴിയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ഏ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം, കഠിൻ എന്ന് കഠിനമാണ്. ഏ മേരാ ഹേ, ഏ മേരാ ഹേ, ഇത് എൻ്റെയാണ്. ഏ മേരാ ഹേ, ഇത് എൻ്റെയാണ്. ഏ സടക് സീതി ഹേ, ഏ സടക് സീതി ഹേ. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണേ. സടക്ക് റോഡ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, തെറ്റാണ്. സടക്ക് റോഡ് വേണ്ട, സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. സടക്ക് പിന്നെ രാസ്ത അതൊക്കെ പറഞ്ഞാൽ റോഡാണ്. സീതി ഹേ നേരെയാണ്, നേരെ. സീതി എന്ന് പറഞ്ഞാൽ നേരെ എന്നുള്ള അർത്ഥമാണ്. സീത എന്ന് പറഞ്ഞാലും നേരെ എന്നാണ് അർത്ഥം. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, സീത പേരുണ്ട്, ആ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. സീതി എന്ന് പറഞ്ഞാലും സീത എന്ന് പറഞ്ഞാലും നേരെ എന്നാണ് അർത്ഥം. സടക്ക് എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് സടക് സീതി ഹേ എന്ന് നമ്മൾ പറയും, അത് സ്ത്രീലിംഗമായതുകൊണ്ട്. ഇനി സീതാഹേ എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാണെങ്കിലും ശുദ്ധമല്ല എന്ന് മാത്രം. ഏ മേരാ കുത്താഹേ, ഇതെൻ്റെ നായാണ്. ഏ മേരാ കുത്താഹേ, ഇതെൻ്റെ നായാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്.
ये मेरा पसंदीदा फिल्म है, ये मेरा पसंदीदा फिल्म है, दिस इज़ माई फेवरेट फिल्म, दिस इज़ माई फेवरेट मूवी, दिस इज़ माई फेवरेट मूवी. ये उसका फ़ोन है, ये उसका फ़ोन है, ये उसका जवाब है, ये उसका जवाब है. ഇത് അവൻ്റെ ആൻസർ, ഉത്തരമാണ്, മറുപടിയാണ്. ജവാബ്, മറുപടി. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി. പ്രശ്ന എന്ന് പറഞ്ഞാൽ ചോദ്യം, ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി. ആൻസർ എന്നും പറയും. എന്താണ് ആൻസർ? ജവാബ്, ആൻസർ, മറുപടി. ये उसका निर्णय है, ये उसका निर्णय है. ഇത് അവൻ്റെ തീരുമാനമാണ്, ഇത് അവൻ്റെ ഡിസിഷനാണ്. ये उसका सपना है, ये उसका सपना है. ഇത് അവൻ്റെ സ്വപ്നമാണ്. ये मेरा सपना है, ये मेरा सपना है. ഇത് എൻ്റെ സ്വപ്നമാണ്. ये उसकी राय है, ये उसकी राय है. ഇത് അവൻ്റെ അഭിപ്രായമാണ്. ये उसकी राय है. ഇത് അവൻ്റെ അഭിപ്രായമാണ്. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ക്യാ ഹേ, എന്താണ്? ക്യാ കർ രഹാ ഹേ, ക്യാ കർ രഹാ ഹേ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആപ്പ്, ആപ്പ് ക്യാ കർ രഹാ ഹേ, അങ്ങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ക്യാ കർ രഹാ ഹേ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ആപ്പ് ക്യാ കർ രഹാ ഹേ എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്താണ്? മേ കിതാബ് പഠ് രഹാ ഹും, മേ കിതാബ് പഠ് രഹാ ഹും, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേ കാം കർ രഹാ ഹും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മേ കാന ഖാ രഹാ ഹും, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, മേ നഹാ രഹാ ഹും. നമ്മളൊരു സമൂഹത്തോട് ഒന്നായിട്ടാണ് ചോദിക്കുന്നത്. ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു സമൂഹത്തോട് ഒന്നായിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് ആൻസർ വരും. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതാണ് പഠിക്കുന്ന ശരിയായ രീതി. ഇപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ സങ്കല്പിക്കുക, നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന, നിങ്ങൾ ആ സ്റ്റേജിൻ്റെ മുന്നിലുള്ള ആയിരക്കണക്കിന് ഓഡിയൻസിനോട് നിങ്ങൾ ചോദിക്കുന്നു, ആപ് ലോഗ് ക്യാ കർ രഹേ ഹേ, ആപ് ലോഗ് ക്യാ കർ രഹേ ഹേ, നിങ്ങളെല്ലാവരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഓരോരുത്തർക്കും ഓരോരുത്തരുണ്ടാവും. ഒരാൾ പശുവിനെ വളർത്തുന്നതാണെങ്കിൽ ഒരാൾ ആടിനെ വളർത്തുന്ന ഒരാളാണ്, ഒരാൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഒരാൾ പഴക്കച്ചവടം ചെയ്യുന്ന ആളാണ്, ഒരാൾ റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന ആളാണ്, ഒരാൾ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, ഒരാൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരാൾ അക്കൗണ്ടൻ്റാണ്, വേറൊരാൾ CA കാരനാണ്, വേറൊരാൾ ഡോക്ടറാണ്, വേറൊരാൾ എഞ്ചിനീയറാണ്, വേറൊരാൾ അങ്ങനെ 100,000 പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയും. കബ് എന്ന വാക്ക് നമ്മൾ ഹിന്ദിയിൽ ആരെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ കബി എന്നും പറയും. അപ്പോൾ കബി എന്നും കബ് എന്നും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എപ്പോൾ എന്നാണ് അർത്ഥം. എപ്പോൾ, കബ്, എപ്പോൾ. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആപ് കബ് ആയേ, ആപ് കബ് ആയേ, താങ്കൾ എപ്പോൾ വന്നു, താങ്കൾ എപ്പോൾ വന്നു. തും കബ് ആയാ, തും കബ് ആയാ, അത് ഇൻഫോർമലാണ്. തും കബ് ആയ എന്ന് നോക്കിയാൽ ഇൻഫോർമലാണ്, മറ്റത് ഫോർമലാണ്. ആപ് കബ് ആയേ, അത് ഫോർമലാണ്. ആർക്കും ഇഷ്ടപ്പെടും, ലളിതമാണ്, വിനയത്തോടെയുള്ള ചോദ്യമാണ്, ബഹുമാന പുരസ്സരമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആപ് കബ് ആയേ, താങ്കൾ എപ്പോൾ വന്നു. ഒരു ചോദ്യം, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വന്നു എന്ന് പറയാം, മിനിഞ്ഞാന്ന് വന്നു എന്ന് പറയാം. മേ അപ്പി ആയ, മേ അപ്പി ആയ, മേ അപ്പി ആയ, ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. മേ അബി ആയ, ഇപ്പോൾ ആയിരുന്നു, ഞാൻ ഇപ്പോൾ വന്നു. മേ അബി ആയ, അവിടെ അതിന് ബാക്കിയൊന്നും വേണ്ട. മേ അബി ആയ, മേ അബി ആയാഹും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മേ അബി ആയ, ഞാൻ ഇപ്പോൾ വന്നു. അബീഹി ആയ, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് കേട്ടോ. എന്താണ്? അബീഹി, അബീഹി ആയ. ആ പറയുമ്പോൾ അങ്ങനെ ഹീ എന്നൊന്നും തെളിച്ച് പറയില്ല. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ലളിതമാക്കി പറയുന്നത്. മേ അബീഹി ആയ, അത് പറയുമ്പോൾ ഹിന്ദിക്കാർ പറയുമ്പോൾ ഇങ്ങനെ പറയാം, മേ അബീ ആയ, അബീ ആയ. അവിടെ ഒരു ഈ മാത്രം സൗണ്ട് ഉണ്ടാവുള്ളൂ. മേ അബീ ആയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ, ഇപ്പോൾ വന്നിട്ടുള്ളൂ. അബീ ആയ, അബീ ആയ. അപ്പോൾ അബി ആയ എന്ന് പറയുന്നതും അബീ ആയ എന്ന് പറയുന്നതും രണ്ട് ഇതാണ്. അബീ ആയ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയണം, ഊന്നൽ കൊടുത്ത് പറയണം. എന്താണ്? ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് അർത്ഥമല്ല പറയണം, അബീ ആയ. എന്നാൽ അബി ആയ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ വന്നു, ഇപ്പോൾ വന്നു. ഇവിടെ നമുക്ക് ചോദിക്കാം,
തും കബി ആയ, നീ എപ്പോഴാണ് വന്നേ, നിങ്ങളെപ്പോഴാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ നീ എന്നുള്ള അർത്ഥമുള്ളൂ അതിന്. നിങ്ങളെന്ന് പറഞ്ഞാലും അത് ഇൻഫോർമലാണ്, അതുകൊണ്ട് നീ എന്നുള്ള അർത്ഥമുള്ളൂ. അത് തൂ കബി ആയ, നീ എപ്പോഴാണ് വന്നേ, അത് പറ്റപ്പരുക്കൻ ചോദ്യമാണ്, പരുഷമായ ചോദ്യമാണ്. തൂ കബി ആയ, നീ എപ്പോൾ വന്നു. നമ്മൾ കൂട്ടുകാരോട് ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുത്ത് പരിചയമുള്ള കുട്ടികളോട് ചോദിക്കും. ശരിക്കും നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ അമ്മ എന്ന് വിളിക്കുന്നത് ചെറിയ കുട്ടികളെ പോലും അമ്മ എന്ന് വിളിക്കുക. അവരെ ബഹുമാനമൊക്കെ അവരെ കണ്ട് പഠിക്കണം. ചെറിയ പെൺകുട്ടികളെ അമ്മ എന്നൊക്കെ വിളിക്കുക അവർ. കാരണം അത്രയും റെസ്പെക്റ്റാണ് സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ആപ്പ് എന്നാണ് പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളുടെ സംസ്കാരം ഒരുപടി ഉയർന്നു നിൽക്കും ഇപ്പോഴും കേട്ടോ. അതുകൊണ്ട് നമ്മൾ തു തേര തുജെ എന്നൊക്കെ പറയണതിനെക്കാളും നല്ലത് ആപ്പ് എന്ന് പറയുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ. അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു കുറവില്ല. നമുക്ക് നല്ല എളിമയുള്ളവരാണ്, നല്ല മനുഷ്യരാണ്, കുലീനത്വം ഉള്ളവരാണെന്ന് പറയും. ആപ്പ് എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തു ആപ്പ്, ആപ്പ് ലോക, ആപ് കാ, ആപ് കി അങ്ങനെയൊക്കെ പറയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. മേ ഷാം കോ ആയ, ഞാൻ വൈകുന്നേരം വന്നു. മേ കൽ ആയ, ഞാൻ ഇന്നലെ വന്നു. മേ ഷാം കോ ആയ, ഞാൻ വൈകുന്നേരം വന്നു. മേ കൽ ആയ, ഞാൻ ഇന്നലെ വന്നു. മേ പർസോ ആയ, ഞാൻ മിനിങ്ങാന്ന് വന്നു. മേ ആക്കർ ഏക്ക് ഹഫ്ത ഹോ ഗയ, ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി, ഗൾഫിലായിരുന്നു, വന്നിട്ട് ഒരാഴ്ചയായി. ആക്കർ ഏക്ക് ഹഫ്ത ഹോ ഗയ. മേ ആക്കർ ഏക്ക് മൈനെ ഹോ ഗയ. ആക്കർ ഏക്ക് മൈന ഹോ ഗയ, ഞാൻ വന്നിട്ട് ഒരു മാസമായി. ആക്കർ 6 മൈന ഹോ ഗയ, ഞാൻ വന്നിട്ട് 6 മാസമായി. ഇങ്ങനെ നമുക്ക് എത്തോരം വേണമെങ്കിലും നമ്മുടെ അത് കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ചോദ്യം 1, ഉത്തരം 1000. മൂന്നാമത്തെ ചോദ്യമാണ് ക്യോ. എന്തുകൊണ്ട് ഈ എന്തുകൊണ്ടെന്നുള്ളതും ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് ക്യോം ആപ്പ് ക്യോം പരീക്ഷാൻ ഹേ, ആപ്പ് ക്യോ പരീക്ഷാൻ ഹേ. നിങ്ങൾ എന്താണ് ഇങ്ങനെ ആകുല ചിത്തനായിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇത്ര ആകുല ചിത്തനായിരിക്കുന്നത്. ആപ്പ് ക്യോം പരീക്ഷാൻ ഹേ, ആപ്പ് ക്യോം പരീക്ഷാൻ ഹേ. താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷാനായിരിക്കുന്നത്, ഇങ്ങനെ ചിന്താകുലനായിരിക്കുന്നത്, ആകുല ചിത്തനായിരിക്കുന്നത് എന്നാണ് നമ്മൾ ഉത്തരം പറയുക. ക്യോങ്കി മേരാ കാം നഹി ഹോ പായാ ഹേ, ക്യോങ്കി മേരാ കാം നഹി ഹോ പായാ ഹേ. എന്തുകൊണ്ടെന്നാലും എൻ്റെ ജോലി പൂർത്തിയായിട്ടില്ല. ഹോ പായ എന്ന് പറഞ്ഞാൽ പൂർത്തിയായിരുന്ന, നഹി ഹോ പായ എന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. നഹി ഹോ പായാ ഹേ, പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആകുലചിത്തനായിരിക്കുന്നത്. അതാണ് എൻ്റെ ടെൻഷൻ, അതാണ് എൻ്റെ പ്രയാസം. മേരാ കാം നഹി ഹോ പായാ ഹേ, മേരാ കാം നഹി ഹോ പായാ ഹേ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, മേരാ കാം എൻ്റെ ജോലി, നഹി ഹോ പായാ ഹേ, നഹി ഹോ പായാ ഹേ, കംപ്ലീറ്റ് ആയിട്ടില്ല, പൂർത്തിയായിട്ടില്ല, ഫിനിഷ് ആയിട്ടില്ല. കുറച്ച് ടെൻഷനുണ്ട്, പ്രശ്നമുണ്ട്. കൈസേ എങ്ങനെ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആപ്പ് ഏ ഖാം കൈസേ കരേങ്കെ, ആപ്പ് ഏ ഖാം കൈസേ കരേങ്കെ. അങ്ങ് ഈ ജോലി എങ്ങനെ ചെയ്യും, താങ്കൾ ഈ ജോലി എങ്ങനെ ചെയ്യും. ഈ ജോലി കണ്ടിട്ട് ഭയങ്കര തൊരട് പിടിച്ച ഒരു ജോലിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് ചോദിക്കുകയാണ്, ആപ്പ് ഏ ഖാം കൈസേ കരേങ്കെ, അങ്ങ് അല്ലെങ്കിൽ താങ്കൾ ഈ ജോലി എങ്ങനെ ചെയ്യും. ഉത്തരം, मैं अपनी योजना के अनुसार करूँगा, मैं अपनी योजना के अनुसार करूँगा, ഞാൻ എൻ്റെ പദ്ധതി അനുസരിച്ച് അത് ചെയ്യും. ചോദ്യം 1, ഉത്തരം 1000 കേട്ടോ. आप यह काम कैसे करेंगे, आप यह काम कैसे करेंगे, താങ്കൾ ഈ ജോലി എങ്ങനെ ചെയ്യും. मैं ये काम अपनी योजना के अनुसार करूँगा, मैं ये काम अपने योजना के अनुसार करूँगा, ഞാൻ എൻ്റെ ഈ ജോലി എൻ്റെ പദ്ധതി അനുസരിച്ച് ചെയ്യും. എനിക്കൊരു ഐഡിയ ഉണ്ടെന്നേ, ഞാനിത് തുടങ്ങി വെച്ചെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന്, അത് ഞാൻ ചെയ്യും. എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ. ആ പരീക്ഷാൻ മത്തോജോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിത്തനാകണ്ട, ഞാൻ ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ഒരു ചോദ്യവാക്കുണ്ട് 6 എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞതിനെല്ലാം ചോദ്യവാക്കുണ്ട്, പക്ഷേ ഇത് വിശദീകരിക്കാൻ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സഹായം കൂടെ വേണം. അതുകൊണ്ടാണ് 6 എന്ന വാക്ക് ഞാൻ എടുത്തത്. അതൊരു ചോദ്യം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനാണത്. മുന്നിലിട്ടാൽ ചോദ്യമായി,
അതിന് ശേഷമാണ് ക്രിയയ്ക്ക് ശേഷമാണെങ്കിൽ അത് ആണ് എന്നർത്ഥം വരും. ആണോ എന്ന് ചോദിക്കാനും ആണ് എന്ന് പറയാനും ഉണ്ട്, ഈസുണ്ട്, ആമുണ്ട്. ഇതിനൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അതിന് പകരം ഹിന്ദിയിൽ ആ വാക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ്, ഹേ എന്ന വാക്കിൻ്റെ മുകളിൽ 2 മാത്രമേ ഉണ്ടാവുമല്ലോ, അതിന് മുകളിൽ ഒരു കുത്തും കൂടി ഇട്ടാൽ 6ആയി. ഈസിനും ആമിനും ആ കുത്തില്ല, ഈ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുത്തില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പോൾ ആ ബഹുവചന രൂപം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 6 ഉപയോഗിക്കുന്നത്. അതുപോലെ ഹിന്ദിയിൽ ബഹുവചന രൂപം കിട്ടാൻ വേണ്ടി ഹേയുടെ മുകളിൽ 2 കുത്തിടും. അതല്ലെങ്കിൽ ഒരു ഹോ ഉപയോഗിക്കുമല്ലോ, തും കോൻ ഹോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു. അപ്പോൾ അതിന് കുത്തു വേണ്ട, അതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഒന്ന് തും കോൻ ഹോ എന്നുള്ളതിൻ്റെ ഹോയ്ക്കും പകരവും. അതുപോലെ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ക്യാ ആപ് ശിക്ഷക് ഹേ, ആർ യു എ ടീച്ചർ എന്ന് ചോദിക്കുന്നതിന് പകരം ക്യാ ആപ് ഏക് ശിക്ഷക് ഹേ, ആർ യു എ ടീച്ചർ. ക്യാ ആപ് ഏക് ശിക്ഷക് ഹേ, ആർ യു എ ടീച്ചർ. നിങ്ങളൊരു അധ്യാപകനാണോ? ഹാ മേ ശിക്ഷകു. ഹാ മേ ശിക്ഷകു. യെസ് ഐ എം എ ടീച്ചർ. യെസ് ഐ എം എ ടീച്ചർ. അതെ, ഞാനൊരു അധ്യാപകനാണ്. അടുത്തത് ഈസ് എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ ഈസ് എന്ന പദത്തിന്, അത് ഏകവചനം നമുക്കറിയാലോ, ആണോ ആണോ എന്നൊക്കെ ആകുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. പക്ഷേ അത് ഏകവചനമാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഹേ. ഹേ എന്നുള്ള 2 മാത്രം ഉണ്ടാവും, കുത്തുണ്ടാവില്ല. ഹേ എന്ന പ്രത്യേകത്തിന് മുകളിൽ 2 മാത്ര, അതായത് ഹായുടെ മുകളിൽ 2 മാത്രം ഉണ്ടാവും, ചേരുന്ന 2 വര. അത് മാത്ര എന്ന് പറഞ്ഞാൽ വരയാണ്, അതിന് മുകളിൽ കുത്തുണ്ടാവില്ല. അത് ഈസ് എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്, നമ്മൾ അറിഞ്ഞിരിക്കുക. യഹ് ആപ്കി കിതാബ് ഹേ, യഹ് ആപ്കി കിതാബ് ഹേ, ഇത് താങ്കളുടെ പുസ്തകമാണോ? യഹ് ആപ്കി കിതാബ് ഹേ, യഹ് ഇത്, ആപ്കി താങ്കളുടെ, കിതാബ് ഹേ പുസ്തകമാണോ? ഇതിന് ആദ്യം നമ്മൾ യഹ് ആപ്കി കിതാബ് ഹേ എന്ന് ചോദിക്കുമ്പോൾ ക്യാ ആദ്യം വെക്കുകയാണ് നമ്മൾ. ക്യാ ക്യാ യഹ് ആപ്കി കിതാബ് ഹേ, ക്യാ യഹ് ആപ്കി കിതാബ് ഹേ, ഇത് താങ്കളുടെ പുസ്തകമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് വേറൊരു രഹസ്യം കൂടി പറഞ്ഞിരിപ്പുണ്ട്. ആപ്കി എന്തുകൊണ്ട് പറഞ്ഞു, അത് പെണ്ണാണോ, അല്ലെങ്കിൽ ആപ്ക എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ വരും. ഇവിടെ കിതാബ് എന്ന് പറയുന്ന സാധനം സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അവിടെ ആപ്കി എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. കിതാബ് സ്ത്രീലിംഗമാണ്. ഇത് ഹിന്ദിയിൽ എല്ലാ വസ്തുക്കളും 2 ലിംഗത്തിൽപ്പെട്ടതാണ്. ഒന്നാണ്, ഒന്ന് പെണ്ണ്. ഇത് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ആപ്ക വെക്കണോ ആപ്കി വെക്കണോ എന്ന്, അല്ലെങ്കിൽ തുമാര വെക്കണോ തുമാരി വെക്കണോ, തേരാ വെക്കണോ തേരി വെക്കണോ, മേരാ വെക്കണോ മേരി വെക്കണോ, ഹോത്തി എന്ന് പറയണോ ഹോത്താന്ന് പറയണോ, ഹോഗ എന്ന് പറയണോ ഹോഗി എന്ന് പറയണോ. ഇത് ഭയങ്കര ത്വരട് പിടിച്ച പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കേ വേണ്ട, നിങ്ങൾക്ക് വായി കിട്ടുന്ന പോലെ പറയുക കേട്ടോ. പുല്ലിംഗവും സ്ത്രീലിംഗവും എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്പോൾ അത് അറിയാതെ നമ്മൾ അറിയാതെ അങ്ങോട്ട് വരും. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. എനിക്കത് ആദ്യം ഒന്നും അറിയില്ല. നമ്മൾ ബോംബെ ചെന്ന് പെട്ടപ്പോൾ ഇതൊന്നും അറിയില്ല, ഒരുപാട് തെറ്റും മണ്ടത്തരമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മണ്ടത്തരം പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ മണ്ടത്തരമായിട്ട് അങ്ങോട്ട് പറയൂ. മണ്ടത്തരം പറഞ്ഞ് വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടല്ല ശരിക്കും പറഞ്ഞ് പഠിച്ചോളൂന്നേ. ഒരു ധൈര്യമായിട്ടോട് പറയാന്ന് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഭൂമി കുലുങ്ങൂല, ഒരു ആകാശം ഇടിഞ്ഞ് വീഴില്ല, സൂര്യചന്ദ്രാദികളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. അടിക്കടി നിങ്ങളുടെ ഈ അറിവ് വർദ്ധിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടോട് പറയുക, ചങ്കൂറ്റത്തോടെയാണ് പറയുക കേട്ടോ. അതാണ് അതിന് വേണ്ടത്. ക്യാ യഹ് ആപ്കി കിതാബ് ഹേ, ഇത് താങ്കളുടെ പുസ്തകമാണോ? ജി ഹാ യേ മേരി കിതാബ് ഹേ, യേ മേരി കിതാബ് ഹേ. ജി ഹാ, ജി ആ എന്ന് പറയും ചിലർ, ഹാ ജി എന്ന് പറയും. ഹാ ജി എന്ന് പറയും, ജി ഹാ എന്ന് പറയും. 2 ഒരത്ത. എസ് ആർ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു വാക്കാണ്, നല്ല ബഹുമാനത്തോടെ പറയുന്ന വാക്കാണ് ഹാ ജി അല്ലെങ്കിൽ ജി ഹാ. ഏ മേരി കിതാബ് ഹേ, ഇതെൻ്റെ പുസ്തകമാണ്. എന്തുകൊണ്ടാണ് മേരി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കിതാബ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലൊരു വാക്ക് ഒരു ഇത് ഉപയോഗിക്കാറില്ല നമ്മൾ, ആകുന്നു എന്നും ഒക്കെ അർത്ഥത്തിൽ നമ്മൾ പറയാറില്ല. അത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന? നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സണിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ആം എന്ന വാക്ക്. അതിൻ്റെ അർത്ഥം ആകുന്നു എന്നും ആകുന്നോ എന്നും ആണോ എന്നും ആണ് എന്നൊക്കെ പറയണത്. അപ്പോൾ ആ വാക്കിന് പകരം ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ തത്തുല്യമായൊരു പ്രത്യയമാണ് ഹും. ഹായുടെ മുകളിൽ ഒരു കുത്ത്, അടിയിൽ വേറെ തല തിരിഞ്ഞൊരു വളവ്, വാല്.
അങ്ങനെ ഹും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഈക്വലായിട്ട് വരുമ്പോൾ എന്താ വരിക? ആം, ഐ ആം തങ്കച്ചൻ, ഐ ആം തങ്കച്ചൻ, ഐ ആം തങ്കച്ചൻ എന്ന് പറഞ്ഞതാണ്. മേ തങ്കച്ചൻ ഹും, മേ തങ്കച്ചൻ ഹും. മനസ്സിലായല്ലോ? അതിന് കൂടുതൽ ഉദാഹരണമൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും ക്യാ മേ സഹി ഹും, ക്യാ മേ സഹി ഹും, ക്യാ മേ സഹി ഹും എന്നാണ് പറയുക. സഹി ഹും എന്നൊന്നും ആരും പറയില്ല. ക്യാ മേ സഹി ഹും, ക്യാ മേ സഹി ഹും, ക്യാ മേ സഹി ഹും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ, ഞാൻ ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ പറഞ്ഞത് ശരിയാണോ, ഞാൻ ശരിയാണോ, എൻ്റെ ചിന്ത ശരിയാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ക്യാ മേ സഹി ഹും, ക്യാ മേ സഹി ഹും, ഞാൻ ശരിയാണോ, ഞാൻ പറഞ്ഞത് ശരിയാണോ, ആം ഐ റൈറ്റ്, ആം ഐ റൈറ്റ് ഇംഗ്ലീഷിൽ പറയില്ലേ, ആം ഐ റൈറ്റ്, ആം ഐ റൈറ്റ്, ഞാൻ ശരിയാണോ, യെസ് യു ആർ റൈറ്റ്, യെസ് യു ആർ റൈറ്റ്. हाँ आप सही है, അജി ആപ് സഹി ഹെ, അജി ആപ് സഹി ഹെ, അതെ നിങ്ങൾ ശരിയാണ്, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. ബഹുമാന സൂചകമായിട്ട് ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഇംഗ്ലീഷിൽ ഡു. ആ ഡുവിന് പകരം ഹിന്ദിയിൽ അത് പ്രയോഗിക്കുമ്പോൾ കർത്തേ, കർത്തേ അല്ലെങ്കിൽ കർത്തി, ഹേം. ഹേം എന്തിനാണ് അവസാനം ഹേം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായ ഹൈയുടെ മുകളിൽ ഒരു കുത്ത്, ഒരു ബിന്ദി, ഹിന്ദിയിൽ പറയുമ്പോൾ ബിന്ദി എന്നാണ് പറയുക, ഒരു പൊട്ട് തൊടിക്കും, ബിന്ദി ഒരു കുത്ത് കൊടുക്കും, അതിനാണ് ഹേം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഹേം എന്നാണ് വായിക്കേണ്ടത്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. എഴുതുമ്പോൾ അങ്ങനെ ഹേം എന്ന് എഴുതും, പറയുമ്പോൾ നമ്മൾ ഹേം തന്നെ പറയുള്ളൂ. പക്ഷേ നമ്മൾ സൈലൻ്റാണ്, ആ ബിന്ദി സൈലൻ്റാണ്. നമ്മളങ്ങനെ ഹേം എന്ന് ചുണ്ട് കൂട്ടി മുടിച്ചൊന്നും ആരും പറയാറില്ല. ഏമ്പക്കം വിടും പോലെ ഒന്നും ആരും പറയാറില്ല. ചിലർ അങ്ങനെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. ഏമ്പക്കം വിടും പോലെ ഹേം എന്ന് പറയും. അതൊക്കെ ഭയങ്കര മണ്ടത്തരാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹേ എന്ന് പറഞ്ഞാൽ കേട്ടോ. ക്യാ ആപ്പ് ഏ കാം കർത്തേ ഹേ, ക്യാ ആപ്പ് ഏ കാം കർത്തേ ഹേ, കർത്തേ ഹേ, ക്യാ ആപ്പ് ഏ കാം കർത്തേ ഹേ, താങ്കൾ ഈ ജോലി ചെയ്യുകയാണോ എന്നൊക്കെ അതിന് അർത്ഥം വരാം. അങ്ങനെയാണെങ്കിൽ അതിന് കർത്തേ ഹേ, കർത്ത ഹും എന്ന് പറയാം. മേ ഏക്കാം കർത്താ ഹും, മേ ഏക്കാം കർ രഹാ ഹും, മേ ഏക്കാം കർത്തി ഹും, മേ ഏക്കാം കർ രഹി ഹും, ഇങ്ങനെയൊക്കെ പറയാം. എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗമായിട്ട് മാറി വരുമ്പോൾ അങ്ങനെ പറഞ്ഞു. ബഹുമാന എന്ന ഇംഗ്ലീഷ് വാക്കിന് ഈക്വലായിട്ട് ഉപയോഗിക്കുന്ന ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏകാരം. കർത്തേ അല്ലെങ്കിൽ കർത്തി എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം ഹേം എന്ന വാക്ക് ഉപയോഗിക്കും, പ്രത്യയം ഉപയോഗിക്കും. ഹേം എന്ന പ്രത്യയം ഉപയോഗിക്കുന്നു ബഹുമാന സൂചകമാകാൻ വേണ്ടി. കോൻസ, കോൻസ, കോൻസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലേ, ഏത് എന്നാണ്. ഏത്, കോൻസ. കോൻസ രംഗ് ആപ്കോ പസന്ത് ഹേ, കോൻസ രംഗ് ആപ്കോ പസന്ത് ഹേ, താങ്കൾക്ക് ഏത് നിറമാണ് ഇഷ്ടം, താങ്കൾക്ക് ഏത് നിറമാണ് ഇഷ്ടം. കോൻസ രംഗ് ആപ്കോ പസന്ത് ഹേ, കോൻസ രംഗ് ആപ്കോ പസന്ത് ഹേ, താങ്കൾക്ക് ഏത് നിറമാണ് ഇഷ്ടം, അങ്ങേക്ക് ഏത് നിറമാണ് ഇഷ്ടം. മുझे നീല രംഗ് പസന്ത് ഹേ, മുझे നീല രംഗ് പസന്ത് ഹേ, മുझे നീല രംഗ് പസന്ത് ഹേ, എനിക്ക് നീല കളർ ഇഷ്ടമാണ്. മുझे നീല രംഗ് പസന്ത് ഹേ, എനിക്ക് നീല കളർ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കോൻസ രംഗ് പസന്ത് കർത്തേ ഹേ, താങ്കൾ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കോൻസ എന്ന് ചോദിച്ചാൽ ഏത്. ഈ ഒരു ചോദ്യം കൊണ്ട് നമുക്ക് 1000 ഉത്തരങ്ങൾ നേടാം. മാത്രമല്ല 1000 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഈ ഓരോ ചോദ്യവാക്കുകൾ കൊണ്ട് നമുക്ക് 1000 ചോദ്യവാക്കുകൾ ഉണ്ടാക്കാം. അതിന് നിങ്ങൾ പരിശ്രമിക്കണം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണ്ട. ഇത് നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് ഇത് നിങ്ങൾ ധ്യാനിക്കുക, കേട്ട് ധ്യാനിക്കുക. ധ്യാനിച്ചതിന് ശേഷം ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഒന്നും കാണാതെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. ഇത് ഗ്യാരണ്ടി, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കോൻ അവസാനത്തെ 10ാമത്തെ ചോദ്യമാണ് കോൻ. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കോൻസ എന്നല്ലേ, ഏത്. കോൻസ എന്ന് പറഞ്ഞാൽ ഏത്. ഇത് കോൻ ആര്. കോനെ ആരാണ്, കോനെ ആപ് കോനെ, തും കോനോ, തും കോൻ ഹോ, ആപ് കോൻ ഹേ, അങ്ങനെയൊക്കെ ചോദ്യമാണ്. തൂ കോനെ രേ എന്ന് ചോദിക്കും. പറ്റ വൾഗർ ക്വസ്റ്റ്യനാണത്. തൂ കോനെ രേ, നീ ആരാ. തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു. ആപ് കോനെ, ആപ് കോനെ, അങ്ങ് ആരാണ്. ആപ്കെ മിത്ര കോനെ, ആപ്കെ മിത്ര കോനെ, നിങ്ങളുടെ സുഹൃത്ത് ആരാണ്. ആപ്കെ മിത്ര കോനെ, ആപ്കെ മിത്ര കോനെ, നിങ്ങളുടെ സുഹൃത്ത് ആരാണ്. പ്രൈം മിനിസ്റ്റർ തോ നൈന, പ്രധാനമന്ത്രി തോ നൈന, പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ, പ്രൈം മിനിസ്റ്റർ ഒന്നും അല്ലല്ലോ. മേരെ മിത്ര ശ്യാം ഔർ രാം ഹെ, മേരെ മിത്ര ശ്യാം ഔർ രാം ഹെ, മേരെ മിത്ര രാം ഔർ ശ്യാം ഹെ. ശ്യാമും
രാമുമാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഇവിടെ മേരേ എന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മേര എന്ന് പറഞ്ഞു, മേരി എന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മേരേ എന്നാണ് പറയണത്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു മേര എന്ന് പറഞ്ഞു, മേരി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെന്താ പറയുന്നത്? മേരേ. എന്താണ് ഇത്? ബഹുവചനാണ്. ഒന്നിലധികം സുഹൃത്തുക്കളുണ്ട്. അതാണ് മേരെ മിത്ര ശ്യാം ഔർ രാം ഹേ. ഹു ആർ യുവർ ഫ്രണ്ട്സ്? ഹു ആർ യുവർ ഫ്രണ്ട്സ്? ആരാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ? മൈ ഫ്രണ്ട്സ് ആർ രാം ആൻഡ് ശ്യാം. മൈ ഫ്രണ്ട്സ് ആർ രാം ആൻഡ് ശ്യാം. ഒരു ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പറയാനാണ് നമ്മളത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. നമ്മൾ കൂടെ കേൾക്കേണ്ട ആവശ്യമില്ല, എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പൂർത്തിയാകാത്ത വർത്തമാനകാലം നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അവസാനിച്ചിട്ടില്ല. അതാണ് അപൂർണ്ണ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഓക്കെ, പൂർത്തിയാകാത്തതെന്ന് പറയുന്നത്. ചില ഉദാഹരണങ്ങളോട് നമുക്കത് വ്യക്തമാക്കാം. ആരഹാഹേ, ആരഹാഹേ, വന്നുകൊണ്ടിരിക്കുന്നു. ഏത്? പുറപ്പെട്ടിട്ടുണ്ട്. എവിടെ നിന്ന്? എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ കാത്തിരിക്കുന്നത് അങ്കമാലിയിലാണ്. വേ ആരഹേഹേം എന്ന് പറയും. വേ ആരഹേഹേ ബഹുവചനമാണെങ്കിൽ വേ ആരഹേഹേ എന്ന് പറയും. സിംഗുലർ ആണെങ്കിൽ ഓ ആരഹേ, ഓ ആരഹേ, അവൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ ഓ ആരഹിഹേ, ഓ ആരഹിഹേ, അവൾ വരുന്നുണ്ട്. ഓ ആരഹേ, അവൻ വരുന്നുണ്ട്. ഓ ആരഹിഹേ, അവൾ വരുന്നുണ്ട്. വേ ആരഹേഹേ, അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വരുന്നുണ്ട്. അതേപോലെ തന്നെ ജാരഹാഹേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങോട്ട്? എവിടുന്ന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, മംഗലാപുരത്തിനാണ് പോകുന്നത്. മംഗലാപുരത്തിൽ ആൾച്ച വിളിച്ച് പറഞ്ഞു ജാരഹാഹേ, ജാരഹാഹേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. വേ ജാരഹേ, വേ ജാരഹേ, അവർ പോയിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നു. വേ ബഹുവചനാണ്. ജാരഹേ അവസാനം വന്നപ്പോൾ ജാരഹേ എന്ന് പറഞ്ഞു. എന്നാൽ സിംഗുലർ ആണെങ്കിൽ ഓ ജാരഹാഹേ, ഓ ജാരഹാഹേ, അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പുറപ്പെട്ടു, എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്ര സ്ഥലത്തിൻ്റെ പേരും നമുക്ക് ഇഷ്ടമുള്ള പറയാം. ഓക്കെ. എന്നാൽ അവൾ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം? ഓ ജാരഹിഹേ, ഓ ജാരഹിഹേ, അവൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഖാരഹാഹേ, തിന്നുകൊണ്ടിരിക്കുന്നു. ആരും ആയിക്കോട്ടെ, തിന്നുകൊണ്ടിരിക്കുന്നു. ഖാരഹാഹേ, തിന്നുകൊണ്ടിരിക്കുന്നു. ഓ ഖാരഹാഹേ, അവൻ തിന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേ കാരഹേഹേം, വേ കാരഹേഹേം, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ തിന്നുകൊണ്ടിരിക്കുന്നു. എന്നല്ല അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു പറയാനോ? ഓ കാരഹിഹേ, ഓ കാരഹിഹേ, അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നഹാരഹാഹേ, കുളിച്ചുകൊണ്ടിരിക്കുന്നു. വഹ് നഹാരഹാഹേ, അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു. വഹ് നഹാരഹിഹേ, അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. വേ നഹാരഹേഹേം, വേ നഹാരഹേഹേം, അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നഹ എന്ന് പറയുന്നത് എന്താണോ? സ്നാൻ എന്നാണ്. സ്നാൻ അത് ഉദ്ദേശിച്ചത്. നഹ രഹേ, അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ദൗഡ് രഹാഹേ, ഓടിക്കൊണ്ടിരിക്കുന്നു. ദൗഡ് രഹാഹേ, ഓടിക്കൊണ്ടിരിക്കുന്നു. ആര്? വഹ് ദൗഡ് രഹാഹേ, അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. വഹ് ദൗഡ് രഹിഹേ, അവൾ ഓടിക്കൊണ്ടിരിക്കുന്നു. വേ ദൗഡ് രഹേഹേം, വേ ദൗഡ് രഹേഹേം, അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പേര് വെച്ച് പറയാം. രാജു ദൗഡ് രഹാഹേ, രാജു ഓടിക്കൊണ്ടിരിക്കുന്നു. സീന ദൗഡ് രഹിഹേ, സീന ഓടിക്കൊണ്ടിരിക്കുന്നു. വേ ദൗഡ് രഹേ, അവർ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്നു. ചൽ രഹാഹേ, നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ദേഖ് രഹാഹേ, വേ ദേഖ് രഹേ, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജോയ് ദേഖ് രഹാഹേ, ജോയ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷൈനി ദേഖ് രഹിഹേ, ഷൈനി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കർ രഹാഹേ, ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോസഫ് കർ രഹാഹേ, ജോസഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോസഫ് കാം കർ രഹാഹേ, ജോസഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോളി കർ രഹിഹേ, മോളി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോളി കാം കർ രഹിഹേ, മോളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂദ് രഹാഹേ, ചാടിക്കൊണ്ടിരിക്കുന്നു. കൂദ് രഹിഹേ, ചാടിക്കൊണ്ടിരിക്കുന്നു. ലഡ്ക കൂദ് രഹാഹേ, ആ ആൺകുട്ടി ചാടിക്കൊണ്ടിരിക്കുകയാണ്. ലഡ്കി
കൂദ് രഹി ഹേ, ആ പെൺകുട്ടി ചാടിക്കൊണ്ടിരിക്കുകയാണ്. വേ കൂദ് രഹി ഹേ, അവർ ചാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചാടിക്കൊണ്ടിരിക്കുകയാണ്. വേ കൂദ് രഹി ഹേ. സുരേഷ് തൈർ രഹ ഹേ, സുരേഷ് തൈർ രഹ ഹേ, സുരേഷ് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. സുലോചന തൈർ രഹി ഹേ, സുലോചന തൈർ രഹി ഹേ, സുലോചന നീന്തിക്കൊണ്ടിരിക്കുകയാണ്. വേ തൈർ രഹി ഹേ, അവർ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. വേ തൈർ രഹി ഹേ. റുക്സാന പഠ് രഹി ഹേ, റുക്സാന പഠ് രഹി ഹേ, റുക്സാന പഠിച്ചുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയാം. സലാം പഠ് രഹ ഹേ, സലാം പഠ് രഹ ഹേ, സലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. വേ പഠ് രഹി ഹേ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേ പഠ് രഹി ഹേ. സോ രഹ ഹേ, സോ രഹ ഹേ. വേ സോ രഹേ ഹേ, വേ സോ രഹേ ഹേ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. വേ സോ രഹേ ഹേ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. സാന്ദ്ര ബോൽ രഹി ഹേ, സാന്ദ്ര ബോൽ രഹി ഹേ, സാന്ദ്ര സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവാൻ ബോൽ രഹ ഹേ, ഇവാൻ ബോൽ രഹ ഹേ, ഇവാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേ ബോൽ രഹേ ഹേ, വേ ബോൽ രഹേ ഹേ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേ ബോൽ രഹേ ഹേ. അടിപൊളിയായിട്ട് ഒറ്റ മാസം കൊണ്ട് സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരും. പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 250 പേരോളം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഥ, ഥി, ഥേ, ഥി എന്ന ഈ 4 പ്രത്യയങ്ങളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ രഹ, രഹേ, രഹി, രഹി എന്നിങ്ങനെ 4 രഹ എന്ന പ്രത്യയം കൂടി ചേരുമ്പോൾ വാക്കുകൾ എങ്ങനെ മാറുന്നു, അതിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഥ എന്ന പ്രത്യയം ഒരു വാക്കിൻ്റെ അവസാനത്തിൽ കൂട്ടിച്ചേർത്താൽ അത് ആയിരുന്നു എന്ന് വരും. എന്താണോ നമ്മൾ പറഞ്ഞ വാചകം അത് ആയിരുന്നു എന്നാണ് വരിക. ഉദാഹരണം നമുക്ക് നോക്കാം. മേ ജ രഹ ത, മേ ജാ രഹ ത, ഞാൻ പോകുകയായിരുന്നു. മേ ജാ രഹ ത, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് അർത്ഥം വരും. പോയിക്കൊണ്ടിരിക്കുകയാണ്, പോവുക എന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേ ജാ രഹ ത, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ആ വാക്ക് പറയേണ്ട ആവശ്യമെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു സംഭവം കണ്ടു. നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിൽ കിടന്ന് ആരോ തല്ല് കൂടുന്നത് നമ്മൾ കണ്ടു നിൽക്കുക. മേ ബസ് മേ ജാ രഹ ത, തബ് മൈനെ ദേക്ക ദോ ലോഗ് സടക് പർ ജഗട കർത്തായി. ഞാനങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 പേര് റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളെന്താണ് മേ ജാ രഹ ത, മേ ബസ് മേ ജാ രഹ ത, ഞാൻ ബസ്സിൽ പോവുകയായിരുന്നു. തബ് അപ്പോൾ, മൈനെ ദേഖ ഞാൻ കണ്ടു, ദോ ലോഗ് 2 ആളുകൾ, സടക് പർ റോട്ടിന്മേൽ റോട്ടിൽ, ജഗട കർ രഹ ത വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഥ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ. അത് ഥി ഥി എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്, ആയിരുന്നു എന്നാണ് അർത്ഥം. ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം, ഥി എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഈ ഥി എപ്പോഴാണ് ഉപയോഗിക്കുക? അത് സ്ത്രീലിംഗമായിട്ടാണ് അത് ഉപയോഗിക്കുക. സ്ത്രീയാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. മേ ബസ് മേ ജാ രഹി തി, മേ ബസ് മേ ജാ രഹി തി, തബ് അപ്പോൾ, ദോ ലോഗ് 2 ആളുകൾ, സടക് പർ റോട്ടിൽ, ജഗട കർ രഹി തി, ജഗട കർ രഹി തി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സ്ത്രീലിംഗം പുല്ലിംഗം തമ്മിലുള്ള വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. ജാ രഹാത്ത എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ്, ജാ രഹീതി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്. അർത്ഥം രണ്ടും ഒരേ അർത്ഥം തന്നെ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അതേ ശ്രേണിയിൽപ്പെട്ട ഒരു വാക്ക് ഇതാ വരുന്നു. ആദ്യം നമ്മൾ ഥ എന്ന് പഠിച്ചു, ഥി എന്ന് പഠിച്ചു, അർത്ഥം രണ്ടും ഒന്നാണെന്ന് പഠിച്ചു. എന്നാൽ ഥേ, ഥേ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെ, ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അത് എന്നെ കൂടാതെ എൻ്റെ കൂടെ ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം പേരോ ഉണ്ട്. ഞങ്ങൾ ഒന്നിലധികം പേരുണ്ട്. നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഹം, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം, നമ്മൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഹം ജാ രഹേദേ, ഹം ജാ രഹേദേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഹം ബസ് മേ ജാ രഹേത്തെ, ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
തബ് അപ്പോൾ, ദോ ലോഗ് രണ്ടാളുകൾ, സടക് പർ റോട്ടിൽ, ജഗഡ കർ രഹേ തേ, ജഗഡ കർ രഹേ തേ അപ്പോൾ രണ്ടാളുകൾ റോഡിൽ ജഗഡ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജഗഡ കർ രഹേ തേ. അപ്പോൾ തേ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ഞാൻ എന്നുള്ളത് ഏകവചനമാണ്. അപ്പോൾ അതിന് നമ്മൾ പുല്ലിംഗത്തിൽ ഥ എന്ന് പറഞ്ഞു, സ്ത്രീലിംഗത്തിൽ ഥി എന്ന് പറഞ്ഞു. എന്നാൽ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് പറയുമ്പോൾ ഹം ജാ രഹേ തേ, ഹം ബസ് മേ ജാ രഹേ തേ, ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് അപ്പോൾ, സടക് പർ റോട്ടിൽ, ദോ ലോഗ് രണ്ടുപേർ, ജഗഡ കർ രഹേ തേ, ജഗഡ കർ രഹേ തേ. അപ്പോൾ നമ്മൾ ബഹുവചനത്തിൽ തുടങ്ങി ബഹുവചനത്തിൽ അവസാനിപ്പിച്ചു. കർ രഹേ തേ, കർ രഹേ തേ എന്ന് പറഞ്ഞാൽ ചെയ്യുകയായിരുന്നു. ജാ രഹേ തേ പോവുകയായിരുന്നു. ഖാ രഹേ തേ തിന്നുകയായിരുന്നു. നഹരേ കുളിക്കുകയായിരുന്നു. നഹരേ കുളിക്കുകയായിരുന്നു. സ്നാൻ കർ രഹേ തേ എന്നും പറയും നമുക്ക്. സ്നാൻ കർ രഹേ തേ സ്നാനം ചെയ്യുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദൗഡ് രഹേ തേ ഓടുകയായിരുന്നു. ദൗഡ് രഹേ തേ ഹം ദൗഡ് രഹേ തേ ഞങ്ങൾ ഓടുകയായിരുന്നു, നമ്മൾ ഓടുകയായിരുന്നു. അത്ര ഓർത്താൽ മതി. ബഹുവചനം ആകുമ്പോൾ ഏകാരം വരും, സിംഗുലർ ആകുമ്പോൾ ഏകവചനം ആകുമ്പോൾ ആകാരം വരും. അതായത് ഥ പുല്ലിംഗത്തിൽ, സ്ത്രീലിംഗത്തിൽ ഥി എന്ന് വരും. ഹം ജാരീതി എന്നൊരു പ്രയോഗമുണ്ട്. ഹം ജാരീതി ഞങ്ങൾ പോവുകയായിരുന്നു. അത് സ്ത്രീലിംഗമാണ്, ഒന്നിലധികം പേരുണ്ട്. ഹം ജാരീതി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹം ബസ് മേ ജാരീതി ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഹംനെ ഹം ലോഗ് ദേക്ക, തബ് ഹം ദേക്ക അല്ലെങ്കിൽ തബ് ഹം ലോഗ് ദേക്ക അന്നേരം ഞങ്ങൾ കണ്ടു. ദോ ലോഗ് രണ്ടാളുകൾ, സടക് പർ റോട്ടിൽ, ജഗഡ കർ രഹി തീം, ജഗഡ കർ രഹി തീം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 4 പ്രത്യയത്തിൻ്റെ പ്രയോഗം നമ്മൾ പഠിച്ചു. എങ്ങനെ? ഒന്ന് ഥ, ഥി, ഥേ, തീം. ഈ 4 പ്രത്യയത്തിൻ്റെ അർത്ഥം ഒന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ശുദ്ധമായി സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായി ഉപയോഗിക്കുക. അതായത് ഏകവചനം ഉപയോഗിക്കുന്നിടത്ത് ഏകവചനം, ബഹുവചനം ഉപയോഗിക്കുന്നിടത്ത് ബഹുവചനം, സ്ത്രീലിംഗം ഉപയോഗിക്കുന്നിടത്ത് സ്ത്രീലിംഗം. അങ്ങനെ കൃത്യമായിട്ട് നമ്മളതിനെ ഉപയോഗിച്ചാൽ നമുക്ക് ശുദ്ധമായ ഭാഷ സംസാരിക്കാം. അതല്ലേലും നിങ്ങൾ ഈ 4-ൽ ഏതെടുത്ത് ഉപയോഗിച്ചാലും അർത്ഥത്തിനൊരു വ്യത്യാസമല്ല, അർത്ഥം കൃത്യമായിട്ട് കുറിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകവചനമാണ്, പുല്ലിംഗമാണ്. രഹി എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്ത്രീലിംഗമാണ്. രഹേ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, പുല്ലിംഗമാണ്. രഹി, രഹീം, രഹീന്തി, രഹി തീം എന്ന് പറഞ്ഞാൽ തീം എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമായിട്ട് മാറ്റപ്പെടുന്നു. തീം എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമായിട്ട് മാറ്റപ്പെടുന്നു. സ്ത്രീലിംഗം ബഹുവചനമായിട്ട് മാറ്റപ്പെടുന്നു. തീം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം ബഹുവചനമായിട്ട് മാറ്റപ്പെടുന്നു. ഹം കാം കർ രഹേ തേ, ഹം കാം കർ രഹേ തേ ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. ഹം കാം കർ രഹേ തേ ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. ഒന്നിലധികം പേര് കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ബഹുവചനമായിട്ടാണ് പറയുന്നത്. ഓക്കെ. ഹം കാം കർ രഹി തീം, ഹം കാം കർ രഹി തീം അപ്പോൾ സ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗം ബഹുവചനമാണ്. തീം ഹം കാം കർ രഹി തീം. മേ കാം കർ രഹി ഹും, മേ കാം കർ രഹി ഹും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സ്ത്രീ പറയുന്നു, ഒരു പെൺകുട്ടി പറയുന്നു. മേ കാം കർ രഹി ഹും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനോ? മേ കാം കർ രഹി തീ, മേ കാം കർ രഹി തീ, മേ കാം കർ രഹി തീ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേ കാം കർ രഹാഹും എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ കാം കർ രഹാഹും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുല്ലിംഗം, ഏകവചനം. മേ കാം കർ രഹാ ഥ, മേ കാം കർ രഹാ ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പുല്ലിംഗം. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഥ വന്നാൽ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഥ എന്ന പ്രത്യയം ചേർത്താൽ ആയിരുന്നു എന്നർത്ഥം. അപ്പം മേ കാം കർ രഹാ ഥ, കർ രഹാ ഥ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രഹ എന്ന പ്രത്യയത്തിൻ്റെ ഉപയോഗമാണ് ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ദ്യോതിപ്പിക്കാനാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രയോഗത്തിനാണ് ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നു. മേ
കാരഹാഹും, മേ കാരഹാഹും പുല്ലിംഗം, മേ കാരഹീഹും സ്ത്രീലിംഗം. അപ്പോൾ ഹം കാരഹേ ബഹുവചനം, ഹം കാരഹി ഹേ സ്ത്രീലിംഗം ബഹുവചനം. മേ ജാരഹാത്ത ഞാൻ പോവുകയായിരുന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേ ജാരഹാത പുല്ലിംഗം ഏകവചനം. മേ ജാരഹിതി സ്ത്രീലിംഗം ഏകവചനം. മേ ജാരഹിതി സ്ത്രീലിംഗം ഏകവചനം. ഹം ജാരഹത്തെ ഞങ്ങൾ പോവുകയായിരുന്നു ബഹുവചനം പുല്ലിംഗം ബഹുവചനം. ഹം ജാരഹത്തെ. ഹം ജാരഹിതീം സ്ത്രീലിംഗം ബഹുവചനം. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പറയുകയാണ്. ഥാ ഥീ thേ thീം ഈ 4 പ്രത്യയം ഏത് ഉപയോഗിച്ചാലും ഒരർത്ഥമാണ്. തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് ശരിയാണെന്ന് ആലോചിച്ചിട്ട് പറയാതിരിക്കണ്ട. തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് പേടിക്കാറുണ്ട്. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് പറയാം. ഓക്കെ, ആയിരുന്നു എന്ന അർത്ഥം കിട്ടും. ഓക്കെ, അത്രയും മതിയല്ലോ. നമുക്ക് ആശയം കൺവേ ചെയ്താൽ മതി. അങ്ങനെയല്ല ഹിന്ദിക്കാർ ചെയ്യാം. ഹിന്ദിക്കാരോട് നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിലും അവർ ആ കോണ്ടസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം അവർ ഊഹിച്ചെടുക്കും. എന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. വീണ്ടും ഹിന്ദി പറയാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അത് ഹിന്ദിക്കാരുടെ ഒരു മര്യാദ. ഒരു മലയാളിയുടെ അടുത്ത് പഠിപ്പിക്കുന്ന ഗുരു ആണെങ്കിൽ മലയാളിയുടെ അടുത്ത് പഠിക്കാം. ഞാൻ വാട്സാപ്പ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനോടൊപ്പം പഠിച്ചു പോയി. വലിയ പ്രൊഫഷണൽസാണ് പഠിച്ചു പോയത്. അത് സ്കൂൾ കുട്ടികളല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പല ആൾക്കാരും വിചാരിക്കും എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിക്കാനോട്. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ടെന്ന്. കുട്ടികളല്ല വാട്സാപ്പ് ക്ലാസ്സിൽ വരുന്നത്, പ്രൊഫഷണൽസാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, നല്ല ബിസിനസ്സുകാർ, അങ്ങനെ എല്ലാ ആൾക്കാരും, വീട്ടമ്മമാർ, എല്ലാ തുറയിലുള്ള ആൾക്കാർ, കൃഷിക്കാരൊക്കെ വരുന്നുണ്ട്. എന്തിനാണ്? ഇപ്പോൾ ഹിന്ദിക്കാർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കണ്ണ് തുറന്ന ഹിന്ദിക്കാരെയാണ് കാണുക. അതുകൊണ്ട് ഹിന്ദി പഠിക്കാതെ രക്ഷയില്ലാതെ ആയിരിക്കുന്നു. ഇനി കേരളം വിട്ട് പുറത്ത് പോയാൽ എല്ലാവർക്കും ഹിന്ദി അറിയാം. തമിഴ്നാട്, കേരളം മാത്രമേ ഉള്ളൂ ഹിന്ദിക്ക് ഇത്ര പുറകിൽ. ബാക്കി എല്ലാവർക്കും ഹിന്ദി അറിയാം. ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, ജോലി ചെയ്യാം, തിരിച്ചു വരാം സന്തോഷമായിട്ട്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടി ഗ്രൂപ്പായിട്ടല്ല, ഒറ്റയ്ക്ക് പോയി വരാം. എന്തായാലും നാടൻ ഹിന്ദി. ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ഡൂയിങ്, റണ്ണിങ്, ലുക്കിംഗ്, ഇങ്ങനെ തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അതിനാണ് ഈ രഹ എന്ന് പറയുന്നത്. ING ഫോം, ഇംഗ്ലീഷിൽ ING ഫോം എന്ന് പറയും. ഇവിടെ നമ്മൾ ഹിന്ദിയിൽ രഹ, രഹി, രഹേ, രഹീം എന്നിങ്ങനെ 4 പ്രത്യയങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എന്താ ING ഫോമിന്? ഇംഗ്ലീഷിൽ ഒരു ഫോമേ ഉള്ളൂ ING ഫോം, പക്ഷേ ഹിന്ദിയിൽ 4 ഉണ്ട്. അതെന്താണ്? രഹ പുല്ലിംഗം ഏകവചനം, രഹി സ്ത്രീലിംഗം ഏകവചനം, രഹേ പുല്ലിംഗം ബഹുവചനം, രഹീം സ്ത്രീലിംഗം ബഹുവചനം. അതാണ്. അപ്പോൾ അത്തരം കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തുക. അപ്പോൾ ഞാൻ ഇനി അടുത്ത 3ാമത്തെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് ആദ്യം തന്നെ കിട്ടും. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ.